Hey everyone! നമ്മൾ ലോസ് ഓഫ് മോഷൻ ആയിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രിക്ഷനിലെ ഫോഴ്സ് കുറച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ അതുവരെയുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് സ്പെസിഫൈ ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് കാണാൻ വന്നിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടേ കാര്യമുള്ളൂ, കാരണം ഫ്രിക്ഷൻ്റെ ബാക്കിയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയാലോ? ഓക്കെ, നമ്മൾ ഫ്രിക്ഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഫ്രിക്ഷൻ എന്താണ്? യെസ്, രണ്ട് ബോഡികൾ എന്താണ് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് അവയ്ക്കിടയിൽ ഉണ്ടാവുന്ന ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആണ് എന്ത് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫ്രിക്ഷനിൽ നമ്മൾ ആരൊക്കെ കണ്ടു? സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും കണ്ടു. പിന്നെ എന്താണ്, ഒരു ക്വസ്റ്റ്യനും ചെയ്തു. ഇനി നമുക്ക് എന്താണ് ഒരു ഗ്രാഫ് പഠിക്കാണ്ട്, ഇടയ്ക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാം. സോ അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗ്രാഫാണ് പറയാൻ പോകുന്നത്. നോക്കൂ, എൻ്റെ ഒരു 10 കിലോഗ്രാം മാസ്, 10 കിലോഗ്രാം ഉള്ള ഒരു വസ്തുവിനെ ഞാൻ എന്താണ് ഒരു സർഫസിൽ വെച്ചു. ഓക്കെ, ഇതിലേക്ക് എന്താണ് സർഫസിൽ വെച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേടാ, ഇവിടെ ആക്ട് ചെയ്യുന്ന എൻ്റെ എഫ് എസ് എത്രയായിരിക്കും? യെസ്, നമുക്കറിയാം സ്റ്റാറ്റിക് ഫ്രിക്ഷനിസ്റ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? യെസ്, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻറ്റു നോർമൽ റിയാക്ഷൻ ആണല്ലോ. നോർമൽ റിയാക്ഷൻ എന്താണ് നമുക്കറിയാം അല്ലേ? താഴോട്ട് എന്താണ് ഒരു വെയിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഈക്വൽ ആയിട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും നമ്മുടെ നോർമൽ റിയാക്ഷൻ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? mg തന്നെ ആയിരിക്കില്ലേ? mg തന്നെ ആയിരിക്കും. സോ നമ്മുടെ മാസ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, 10 ഇൻറ്റു ജീനെ ഞാനിപ്പോൾ ഇവിടെ 10 ആക്കി എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ 10 ഇസ് ഈക്വൽ ടു എത്ര വരും? 100 അല്ലേ? 100 വരും. ഇനി എന്താണ് എൻ്റെ എഫ് എസ് ഇസ് ഈക്വൽ ടു മ്യൂ എസ്. എൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു 0.2 ആക്കി എടുക്കുകയാണ്. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ 0.2 ആക്കി എടുക്കുകയാണ്. ദാറ്റ് ഈസ് 0.2 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു എത്രയാണ്? 20 ന്യൂട്ടൺ. സോ എൻ്റെ ഇവിടുത്തെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 20 ന്യൂട്ടനാണ്. അതായത് എന്താണ്? യെസ്, 20 ന്യൂട്ടന് ശേഷം ഒരു തുള്ളി ഫോഴ്സ് പ്രയോഗിച്ചാൽ പോലും ഇതെന്താവും? ഇത് മൂവ് ചെയ്യും, ഈ ബോഡി മൂവ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ 20 ന്യൂട്ടൺ അർത്ഥാക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ നോക്കിയേ, എൻ്റെ ഗ്രാഫ് ഞാൻ വരയ്ക്കുകയാണ്. ഞാൻ എന്താണ് ഇവിടെ 0 1 2 3 4 5 ഇങ്ങനെ പോയി 20 21 22 അങ്ങനെ പോകുന്നുണ്ട്. എന്താണ് ഇവിടെ ഈ സെയിം വാല്യൂ 1 2 3 എക്സെട്ര 21. ഞാൻ എന്താക്കുകയാണ്? യെസ്, ഞാൻ ഫസ്റ്റ് 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തപ്പോൾ തിരിച്ചെത്രയാണ് എൻ്റെ എഫ് എസ് എത്രയാണ് വരിക? യെസ്, 1 ന്യൂട്ടൺ തന്നെ എനിക്ക് തന്നു. 2 ന്യൂട്ടൺ കൊടുത്തപ്പോൾ ഇതെൻ്റെ അപ്ലൈഡ് ഫോഴ്സ് ആണ്. ഇതെൻ്റെ അപ്ലൈഡ് ഫോഴ്സ് ആണ് താഴെ എഴുതിയിരിക്കുന്നത്. ഞാൻ 2 ന്യൂട്ടൺ കൊടുക്കുമ്പോൾ എന്താണ് ബോഡി നീങ്ങുമോ? ഇല്ല. ഞാൻ 2 ന്യൂട്ടൺ കൊടുക്കുമ്പോഴും എന്താണ്? യെസ്, ഇതിന് ഒപ്പോസായിട്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ് 2 ന്യൂട്ടൺ തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും അല്ലേ? 2 ന്യൂട്ടൺ. 3 കൊടുക്കുമ്പോഴും 3 ന്യൂട്ടൺ. അങ്ങനെ കൊടുത്ത് ഞാൻ എന്താണ് 20 ന്യൂട്ടൺ എത്തി. 20 ന്യൂട്ടൺ കൊടുത്തപ്പോഴും എന്താണ് ബോഡി അനങ്ങിയില്ല. 20 ആണിത്. 20 ന്യൂട്ടൺ തന്നെ എനിക്ക് തന്നു. ഓക്കെ, അത് നമുക്ക് എന്താ അവിടെ കാണാൻ പറ്റുന്നത്? യെസ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്നു അല്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്നു. ഇനി ഞാൻ എൻ്റെ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് മയക്കുകയാണ്. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്നു നമുക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ എന്താക്കാണ്, ഈ 20 ന്യൂട്ടനിലും മോർ ഫോഴ്സ് കൊടുത്താലോ? ഒരു 20.1 കൊടുത്തപ്പോഴും എന്താവും? യെസ്, നമ്മുടെ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലേ? ബോഡി പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങും. ഇത്ര നേരം നമുക്ക് എന്താണ്? യെസ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടിയത് അല്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഇനി ഞാൻ എന്താക്കണം, 20ലാണ്, അത്ര വലുതായതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കി വരച്ചതാണ്. കൺഫ്യൂഷൻ വരുന്നെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതാക്കാം, ഈ വാല്യൂസ് ഒന്ന് ചെറുതാക്കാം. ഓക്കെ, ഇതാണെന്ത് എൻ്റെ 20.
ഓക്കെ, എന്താണ് 20 ന്യൂട്ടൺ കൊടുത്തപ്പോഴും എന്താണ് എൻ്റെ ഫോഴ്സ്, എൻ്റെ ബോഡിക്ക് യാതൊരു മാറ്റമില്ല, അത് നിന്ന സ്ഥലത്ത് തന്നെയാണുള്ളത്. കാരണം എന്താണ്, യെസ് ഞാൻ കൊടുക്കുന്ന ഫോഴ്സിനൊക്കെ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആയിട്ടുള്ള ആര് കൺട്രോൾ ചെയ്യുന്നുണ്ട്? യെസ്, എൻ്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് എൻ്റെ ബോഡി ഇത്രയും നേരം അല്ലേ അതിൻ്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്രയാണ്? യെസ് 20 ന്യൂട്ടൺ ആണ്. അതുകൊണ്ടാണ് എന്ത് അത് അനങ്ങാണ്ട് അവിടെ നിൽക്കുന്നത്. ഇനി ഞാൻ 20.000001 ന്യൂട്ടൺ കൊടുത്തപ്പോഴും ഇതിനെന്താണ് ചെറിയ മൂവ്മെന്റ് ഉണ്ടാവും. കാരണം എന്താണ്, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെയും കാട്ടും കൂടുതലായി. അപ്പൊ അവിടെ എന്തായി? യെസ് കൈനറ്റിക് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യാൻ തുടങ്ങൂലേ. അങ്ങനെയാവുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞേടാ ഇത്രയും എന്താണ് ഇവിടെ ആക്ട് ചെയ്തത്? ഏത് ഫോഴ്സാണ്? യെസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഇത്രയും നേരം ആക്ട് ചെയ്തത്. കാരണം നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ബോഡിക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല അല്ലേ, ബോഡി എന്താണ് മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെന്ന് പറയാൻ പറ്റും. ഈ 20 ന്യൂട്ടൺ ഉണ്ടല്ലോ അതെന്താണ്? യെസ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണല്ലേ. എന്താണിത്? ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണിത്. ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണിത്. കാരണം എന്താണ്, ഏറ്റവും മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലേ അത്. ഇതിന് ശേഷം ഞാൻ എന്താണ് ഒരു തുള്ളി നീക്കിയ ഫോഴ്സ് കൊടുത്താൽ പോലും എൻ്റെ ബോഡി എന്താവും? മൂവ്മെന്റിലേക്ക് വരും. സോ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതായത് ഏറ്റവും മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെന്ത്? ഈ 20 ന്യൂട്ടൺ എന്ന് പറയുന്നത് ഇവിടെ. സോ ഈ 20 ന്യൂട്ടൺ ആണെന്ത്, അല്ലെങ്കിൽ ഈ പോയിന്റ് ആണെന്ത് എൻ്റെ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താക്കാണ്, ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് എന്താവും? യെസ് എൻ്റെ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും. നമുക്കറിയാം എന്ത്, Fs ഈസ് ഗ്രേറ്റർ ദാൻ Fk അല്ലേ. കൈനറ്റിക് ഫ്രിക്ഷനെയും കാട്ടും വലുതാരാണ്? യെസ് എൻ്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. സോ എന്താവും അറിയോ, പോയിന്റ്സ് ഒക്കെ ഒന്ന് മാച്ചിക്കേ. ഇനി എന്താവും അറിയോ, ഇത്രയും നേരം എൻ്റെ പോയി ഇനി ചെറിയൊരു ഡിക്രീസ് ഉണ്ടാവും. കാരണം എന്താണ്, മൂവ് ചെയ്തു കൈനറ്റിക് ഫ്രിക്ഷനിലേക്ക് മാറുകയാണ്. കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷനെയും കാട്ടും കുറവാണ്. സോ എന്താണ്, ചെറിയൊരു ഡിക്രീസ് ഉണ്ടാവും. ദെൻ ഉണ്ടാവുന്ന കൈനറ്റിക് ഫ്രിക്ഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ഉണ്ടാവുന്ന കൈനറ്റിക് ഫ്രിക്ഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഏകദേശം ഇങ്ങനെ വരും നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇത്രയും എൻ്റെ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, ഇത്രയും എൻ്റെ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ശേഷം ഉണ്ടാവുന്ന ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ തൊട്ട് എന്താണ് എൻ്റെ കൈനറ്റിക് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഇതെന്താണ്? എൻ്റെ കൈനറ്റിക് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. മനസ്സിലായോടെ ഗ്രാഫ് എങ്ങനെയാവുന്നതെന്ന്? ഒന്നുമില്ല, എന്താണ്, യെസ് ഒരു കോൺസ്റ്റന്റ്, അതായത് ഇതെന്താണ് ഇത്രയും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. കാരണം ഞാൻ എത്ര അപ്ലൈഡ് ഫോഴ്സ് കൊടുത്താലും അതിനൊക്കെ ഒപ്പോസ് ചെയ്തിട്ട് ബോഡിക്ക് യാതൊരു തരത്തിലുള്ള മൂവ്മെന്റും ഇല്ലാതാക്കാൻ ആർക്ക് പറ്റും? സ്റ്റാറ്റിക് ഫ്രിക്ഷന് പറ്റും. അതുകൊണ്ടാണ് ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നത്. കാരണം ബോഡിക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല. ഇനി എന്താണ്, യെസ് ഞാൻ എൻ്റെ 20 ന്യൂട്ടന് ശേഷം കുറച്ച് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് എന്താവും? യെസ് എൻ്റെ ബോഡി മൂവ്മെന്റിലേക്ക് വരും. അവിടുത്തെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാറി ആരായിട്ട് മാറും? കൈനറ്റിക് ഫ്രിക്ഷൻ ആയിട്ട് മാറും. കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് എന്തറിയാം? യെസ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെയും കാട്ടും കുറവാണ് ആര്? കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സോ എന്താവും? യെസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൈനറ്റിക് ഫ്രിക്ഷനിലേക്ക് മാറുന്ന സമയത്ത് ചെറിയൊരു ഡിക്രീസ് ഉണ്ടാവും. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സിൽ ചെറിയൊരു ഡിക്രീസ് ഉണ്ടാവും. ദെൻ ഉണ്ടാവുന്ന കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട്, വലിയ വേരിയേഷൻ ഒന്നും ഇല്ലാതെ കോൺസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യും. ഇതാണ് എന്ത്, സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും തമ്മിലുള്ള ഗ്രാഫ് ചോദിച്ചാൽ നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ഒന്ന് വേണമെങ്കിൽ ഒന്നും കൂടി ഓക്കെ, ഇങ്ങനെയാണ് എന്ത് വരിക? നമ്മുടെ കൈനറ്റിക് ഫ്രിക്ഷൻ. നോക്കിക്കോളൂ, ഒന്നുകൂടി വരയ്ക്കുന്ന നോക്കിക്കോളൂ. ഇത്രയും എന്താണ്? യെസ് ഇത്രയും എന്താണ്? യെസ് എൻ്റെ ഇത്രയും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യാണ്. ദെൻ സ്റ്റാറ്റിക് ഫ്രിക്ഷന് ശേഷം കൈനറ്റിക് ഫ്രിക്ഷനിലേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു ഡിക്രീസ് ഉണ്ടാവും. ദെൻ എന്താണ്, യാതൊരു തരത്തിലുള്ള ചേഞ്ചും ഇല്ലാതെ കോൺസ്റ്റന്റ് ആയിട്ട് വലിയ വേരിയേഷൻ ഒന്നും ഇല്ലാതെ പോകും. ഇതിലെന്താണ്? യെസ് ഇത്രയും അല്ലേ, ഇത്രയും എന്താണ്? യെസ് എൻ്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഈ ഹൈ പോയിന്റ് എന്ന് പറയുന്നത്.
അല്ലെ? ഇത്രയും ആക്ട് ചെയ്യുന്നത് എന്താണ്? എൻ്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. ശേഷം ഉണ്ടാവുന്ന ഇതുണ്ടല്ലോ, ഇതെന്താണ്? എൻ്റെ കൈനറ്റിക് ഫ്രിക്ഷനാണ്. ഓക്കെ, കൈനറ്റിക് ഫ്രിക്ഷനാണ്. ഇതാണെന്ത്? ഗ്രാഫ് ചോദിച്ചാൽ നിങ്ങൾ വരച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, സെറ്റ് അല്ലടേ? ഇനി എന്താണ് നമ്മൾ പറഞ്ഞു? കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണ്? യെസ്, മൂവ് ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന ഫ്രിക്ഷനാണെന്ത്? കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. എൻ്റെ കൈനറ്റിക് ഫ്രിക്ഷൻ 2 ടൈപ്പ് ഉണ്ട്. എന്താണ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്? അപ്പം സെറ്റാണല്ലോ എല്ലാവർക്കും? ഓക്കെ, എൻ്റെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 2 ടൈപ്പാണുള്ളത്. കൈനറ്റിക് ഫ്രിക്ഷൻ 2 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് സ്ലൈഡിങ് ഫ്രിക്ഷൻ. എന്താണ്? ഒന്ന് സ്ലൈഡിങ് ഫ്രിക്ഷനും മറ്റൊന്നെന്താണ്? റോളിംഗ് ഫ്രിക്ഷനും. റോളിംഗ് ഫ്രിക്ഷൻ. സോ കൈനറ്റിക് എനർജി അല്ലേ, സോറി കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണ്? 2 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്? സ്ലൈഡിങ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും. എന്താണ്? പേര് തന്നെ ഉണ്ട്. എന്താണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്നുള്ളത്? എന്താണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ? പറഞ്ഞേ. യെസ്, സ്ലൈഡിങ്. നിങ്ങൾ മറ്റേ പാർക്കിലൊക്കെ പോകുന്ന സമയത്ത് മറ്റേ ഇങ്ങനെ വളർന്നിട്ടുള്ള ഒരു സാധനത്തെ കൂടി ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരില്ലേ? ഒരു കോണി കയറി പോയിട്ട് ഇതിലൂടെ ഇങ്ങനെ അല്ലേ? പേര് എന്താണ്? പേര് എനിക്ക് ഓർമ്മയില്ല. സോ എന്താണ് നമ്മൾ ഇതിലൂടെ എന്താണ് സ്ലൈഡ് ചെയ്താണ് അല്ലേ? നിരങ്ങി വരും. നിരങ്ങൽ ഘർഷണവും ഉരുളൽ ഘർഷണവും മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്ലൈഡ് ചെയ്ത് വരും അല്ലേ? നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. പോട്ടെ, നമുക്ക് സ്ലൈഡിങ് ഫ്രിക്ഷനും എന്താണ് ഗ്രേറ്റസ്റ്റ് ഉദാഹരണം? നമ്മുടെ കൈ 2 ഉരയ്ക്കുക. അതെന്താണ്? സ്ലൈഡിങ് ഫ്രിക്ഷനാണ്. കാരണം എന്താണ്? 2 കൈകൾ തമ്മിൽ ഉരയ്ക്കുകയല്ലേ? സ്ലൈഡ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മുകളിൽ കൂടെ സ്ലൈഡ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റോളിംഗ് ഫ്രിക്ഷൻ എന്താണ്? യെസ്, ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മുകളിൽ കൂടെ റോൾ ചെയ്ത് പോകുന്നതാണ് റോളിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡ് ചെയ്ത് പോകുന്നത് സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോൾ ചെയ്ത് പോകുന്നത് റോളിംഗ് ഫ്രിക്ഷനും. ഓക്കെ, ഡെഫിനേഷൻ നോക്കിയാലോ? ദ ഫോഴ്സ്, ഇവിടെ ജസ്റ്റ് എഴുതാം. The force of friction comes into ഇന്നാണ് ഇത് പ്ലേ. എന്താണ്? The force of friction comes into play when a body slides over the എന്താണ്? The force of friction comes into play when a body slides over the എന്തിന്റെ മുകളിൽ കൂടി? യെസ്, സർഫസ് അല്ലേ? സർഫസ്. ഓവർ ദി സർഫസ് ഓഫ് എന്താണ്? അനദർ, മറ്റൊന്നിന്റെ മുകളിൽ കൂടി അല്ലേ? ഓഫ് അനദർ. ഓക്കെ, മനസ്സിലായോ? എന്താണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്? ഒന്നുമില്ല, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആണ്, ഒരു ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആണ്. കംസ് ഇൻ ടു പ്ലേ വെൻ എ ബോഡി സ്ലൈഡ്സ് ഓവർ ദി സർഫസ് ഓഫ് അനദർ. മറ്റൊരു ബോഡിയുടെ സർഫസിൽ കൂടി എന്താണ്? സ്ലൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫ്രിക്ഷൻ ആണെന്ത്? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കംസ് ഇൻ ടു പ്ലേ വെൻ എ ബോഡി സ്ലൈഡ്സ് ഓവർ ദി സർഫസ് ഓഫ് അനദർ. മറ്റൊരു ബോഡിയുടെ മേളിൽ കൂടി ഒരു ബോഡി എന്താണ്? സ്ലൈഡ് ചെയ്തിറങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫ്രിക്ഷൻ ആണെന്ത്? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ മറ്റേ ചെറുപ്പത്തിലൊക്കെ പാളുണ്ടല്ലോ, പാളയൊക്കെ വലിക്കാറുണ്ടോ? പാളയിൽ ഇരുന്നിട്ട് ആൾക്കാർ വലിച്ചുകൊണ്ടുപോകുന്ന അതൊക്കെ എന്താണ്? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എക്സാമ്പിളാണ്. കാരണം നമ്മൾ ഇരിക്കുന്ന സമയത്ത് എന്താണ്? ഗ്രൗണ്ട് കൂടി വലിക്കുകയാണല്ലേ? അവിടെ എന്താണ്? ഒരു സർഫസ് നമ്മുടെ ഗ്രൗണ്ടിലൂടെ അല്ലേ? നമ്മുടെ ഗ്രൗണ്ട് ആണെങ്കിൽ ഇതെൻ്റെ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിലൂടെ നിങ്ങൾ വലിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? വലിക്കുന്ന സമയത്ത് ഒരു ബോഡി നോക്കൂ, ഒരു ബോഡി
മറ്റൊരു ബോഡിയുടെ സർഫസിൽ കൂടി എന്താണ് സ്ലൈഡ്, എവിടെയാ സ്ലൈഡ് ഓവർ ഉണ്ടോ, സ്ലൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്, സ്ലൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് എന്താണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ എക്സാമ്പിൾ അല്ലേ, സ്ലൈഡിങ് ഫ്രിക്ഷൻ എക്സാമ്പിൾ അല്ലേ. അങ്ങനെയാണ് റോളിംഗ് ഫ്രിക്ഷൻ പറഞ്ഞേടാ. എന്താണ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കംസ് ഇൻ ടു പ്ലേ വെൻ എ ബോഡി സ്ലൈഡ് ആയിരിക്കും അവിടെ വരിക, അല്ല പകരം എന്തായിരിക്കും റോളിംഗ് ഓവർ ദി സർഫസ് ഓഫ് അനദർ. മറ്റൊരു ബോഡിയുടെ സർഫസിൽ കൂടി എന്താണ് വേറൊരു ബോഡി റോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെന്ത് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്, നമ്മുടെ സൈക്കിള്, നമ്മൾ സൈക്കിൾ ഓട്ടുമെന്ന് വിചാരിച്ചോ, സൈക്കിള് തോന്നുന്നുണ്ടോ സൈക്കിളായിട്ട്, സൈക്കിൾ ഓടുന്ന സമയത്ത് അവിടെ എന്താണ് യെസ് റോഡിലൂടെ എന്താണ് എൻ്റെ ചക്രം എന്താണ് റോൾ ചെയ്തല്ലേ പോകുന്നത്, അതെന്താണ് റോളിംഗ് ഫ്രിക്ഷൻ എക്സാമ്പിൾ അല്ലേ. ഒരു ബോഡിയുടെ സർഫസിൽ കൂടി മറ്റൊരു ബോഡി എന്താണ് റോൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് എന്ത് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സ്ലൈഡിങ് ഫ്രിക്ഷൻ സ്ലൈഡ് ഇല്ല. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ വേറൊരു വേർഷൻ തന്നെയാണ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതിന് ജസ്റ്റ് എന്താണ് ഈ ഡെഫിനിഷന് റോളിംഗ് എന്നുള്ള സ്ഥാനത്ത് സ്ലൈഡിങ് കൊടുത്താൽ സ്ലൈഡിങ് ഫ്രിക്ഷൻ ആയിട്ട് മാറി. It is the frictional force that acts between the surface in contact when body rolls. Rolls over the other. മറ്റൊരു ബോഡിയുടെ മേളിൽ കൂടി എന്താണ് റോൾ ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെന്ത് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. റോളിംഗ് ഫ്രിക്ഷൻ ഇസ് മച്ച് സ്മോളർ ദാൻ സ്റ്റാറ്റിക് ഓർ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം. എന്താണ് റോളിംഗ് ഫ്രിക്ഷൻ ഈസ് മച്ച് സ്മോളർ ദാൻ സ്റ്റാറ്റിക് ഓർ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത്, റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോളിംഗ് ഫ്രിക്ഷൻ കുറവാണ്, ആരെക്കാളും കുറവാണ്, യെസ് എൻ്റെ സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാളും. അതായത് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണെന്ത് റോളിംഗ് ഫ്രിക്ഷനേക്കാട്ടും കൂടുതൽ. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. മനസ്സിലായി? നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു വസ്തുവിനെ വലിച്ചു കൊണ്ടുപോകുന്നതാണോ അല്ലെങ്കിൽ എന്താണ് ഉരുട്ടിക്കൊണ്ടു പോകുന്നതാണോ നമുക്ക് എളുപ്പം? ഏതാണ്? ഉരുട്ടിക്കൊണ്ടു പോകുന്നതല്ലേ അല്ലേ? ഒരു എക്സാമ്പിൾ നോക്കുക. നമ്മൾ പറഞ്ഞു പാള. ഓക്കെ, പാള വലിച്ചു. പാളയിലിരുത്തിയിട്ട് ഒരു കുട്ടീനെ വലിക്കുന്നതാണോ എളുപ്പം, അല്ലെങ്കിൽ അവിടെ അർബാന ഉണ്ടല്ലോ, അർബാന നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താണ് ഒരു കൊട്ട പോലെ ആയിട്ട് ബാക്കിൽ രണ്ട് പിടി, ഇങ്ങനൊരു സാധനം അർബാന. ഓക്കെ, ഇതിലിരുത്തിയിട്ട് ഒരു കുട്ടീനെ കൊണ്ടുപോകുന്നതാണോ അല്ലെങ്കിൽ പാളയിലിരുത്തിയിട്ട് കുട്ടീനെ വലിച്ചു കൊണ്ടുപോകുന്നതാണോ എന്ത് എളുപ്പം? ഏതാണടാ? റോളിംഗ് അല്ലേ? അർബാനയിലിരുത്തിയാണ്. കാരണം എന്താണ്? ടയേഴ്സ്. റോളിംഗ് ഫ്രിക്ഷൻ ആണ്. റോളിംഗ് ഫ്രിക്ഷൻ ആണല്ലേ? റോളിംഗ് ഫ്രിക്ഷൻ ആണെന്ത് കുറവ്. ഫ്രിക്ഷൻ കുറയുന്ന സമയത്ത് എന്താവും? നമുക്ക് മൂവ്മെന്റ് എളുപ്പമായിട്ട് മാറും. ഫ്രിക്ഷൻ കുറയുന്ന സമയത്ത് മൂവ്മെന്റ് എളുപ്പമാവും. ഓക്കെ, സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. കൂടുതലാവുന്ന സമയത്ത് സ്ലൈഡിങ് ഫ്രിക്ഷൻ അവിടെ കൂടുതലായിരിക്കും. സോ നമുക്ക് കുറേ ഫോഴ്സ് എടുക്കേണ്ടി വരും. ഓക്കെ, റോളിംഗ് ഫ്രിക്ഷൻ ആവുന്ന സമയത്താണ് അവിടെ ഫ്രിക്ഷൻ കുറവായിരിക്കും. റോളിംഗ് ഫ്രിക്ഷൻ ഏതിനപേക്ഷിച്ച്? സ്ലൈഡിങ് ഫ്രിക്ഷനെ അപേക്ഷിച്ചിട്ട്. ആ സമയത്ത് നമുക്ക് തന്നെ കുറച്ച് ഫോഴ്സ് എടുത്താൽ മതി. ഓക്കെ, മനസ്സിലായോ എന്താണ് റോളിംഗ് ഫ്രിക്ഷൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്നാൽ? എക്സാമ്പിൾ, എ ബോൾ റോളിംഗ് ഓവർ എ സർഫസ്. ഓക്കെ, ഒരു ബോൾ എന്താണ് സർഫസ് കൂടി റോൾ ചെയ്ത് പോവുക. കേട്ടോ, ഒരു ബോൾ സർഫസ് കൂടി റോൾ ചെയ്ത് പോകുന്നു. എന്താണ് എക്സാമ്പിൾ ഫോർ റോളിംഗ് ഫ്രിക്ഷൻ ആണ്. കാരണം ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ സർഫസിൽ കൂടി എന്താണ് റോൾ ചെയ്ത് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദ ഒപ്പോസിങ് ഫോഴ്സ് ഈസ് റോളിംഗ് ഫോഴ്സ്. അപ്പം ഇതിനെ ഒപ്പോസ് ചെയ്യുന്നല്ലേ ഇങ്ങോട്ടേക്കാണ് പോകുന്നതെങ്കിൽ അത് നേരെ ഒപ്പോസ് ആയിട്ട് എന്താണ് ഒരു ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യും. ഇതാണെന്ത് എൻ്റെ റോളിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. റോളിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ എന്താണ് റോളിംഗ് ഫോഴ്സ് സ്ലൈഡിംഗ് ഫോഴ്സ്? സ്ലൈഡിംഗ് ഫോഴ്സ് ഒന്നുമില്ല. ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ദാറ്റ് എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സ് കംസ് ഇൻ ടു പ്ലേ വെൻ എ ബോഡി എന്താണ് സ്ലൈഡ്സ് ഓവർ അല്ലെ? ഒരു ബോഡിയുടെ മേളിൽ കൂടി സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് സ്ലൈഡ്സ് ഓവർ അല്ലേ ഓൺ ദി സർഫസ് ഓഫ് അനദർ ബോഡി. മറ്റൊരു ബോഡിയുടെ മേളിൽ കൂടി സ്ലൈഡ് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. എന്താണ്? ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വെൻ എ ബോഡി റോൾസ് ഓവർ ദി സർഫസ് ഓഫ് അനദർ ബോഡി. മറ്റൊരു ബോഡിയുടെ മേളിൽ കൂടി റോൾ പോകുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് റോളിംഗ് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷന്റെ സബ്ബാണെന്ത് ഇത് രണ്ടും. കാരണം എന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ സബ് അല്ലാത്തതാണ്. കാരണം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ് റെസ്റ്റിലിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. കൈനറ്റിക് ഫ്രിക്ഷൻ ആണെന്ത് മൂവ്മെന്റിന് ശേഷം ഉണ്ടാവുന്നത് അല്ലേ? സോ അതുകൊണ്ടാണെന്ത് സ്ലൈഡിംഗ് ഫ്രിക്ഷനും
റോളിംഗ് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷൻ്റെ സബായിട്ട് വന്നത്. മനസ്സിലായോ? ഓക്കെ, റോളിംഗ് ഫ്രിക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പോകാനുള്ളത് നമ്മുടെ ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആണ്. ഫ്രിക്ഷനെ കുറിച്ച് ധാരാളം യൂസേജ് നമുക്കുണ്ട്. അതേപോലത്തെ എന്താണ് കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഫ്രിക്ഷനെ നമ്മൾ എന്താണ് നെസസറി എവിൽ എന്നാണ് അറിയപ്പെടുന്നത്, ഫ്രിക്ഷൻ അറിയപ്പെടുന്നത്. ഫ്രിക്ഷൻ എന്താണ്? നെസസറി എവിലാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ പ്രാവശ്യം ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് ഫ്രിക്ഷനെ നെസസറി എവിൽ എന്ന് വിളിക്കുന്നത്, എന്തുകൊണ്ടാണ്? യെസ്, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വെച്ചാലും എന്താണ് ധാരാളം ഉപയോഗമുണ്ട്, അതേപോലെ തന്നെ എന്താണ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ടാണെന്ന് നമ്മൾ ഫ്രിക്ഷൻ ഫോഴ്സിനെ നെസസറി എന്ന് വെച്ചാൽ എന്താണ്? ആവശ്യം അല്ലേ? എവിൽ എന്ന് വെച്ചാൽ എന്താണ്? യെസ്, ഒരു എന്താണ് വേണ്ടാത്ത ഒരു അർത്ഥമല്ലേ, ഒരു പോലത്തെ. അതുകൊണ്ടാണ് എന്ത് നെസസറി എവിൾ, വേണ്ടതുമാണ് വേണ്ടാത്തതുമാണ് അല്ലേ. ഒരേ സമയത്ത് എന്താണ് കുറേ യൂസ് ഉണ്ടും അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. നോക്കിയാലും എന്തൊക്കെയാണ് യൂസേജ്, എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് എന്നുള്ളത്. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജസ് നോക്കിയിട്ട് നമുക്ക് അഡ്വാൻറ്റേജിലേക്ക് പോകാം. നിങ്ങൾ പോട്ടെ, നമ്മൾ കൈ ഉരയ്ക്കുന്ന സമയത്ത് എന്താണ് കുറച്ച് നേരം കൈ ഉരയ്ക്കുന്ന സമയത്ത് നമുക്ക് ചൂട് അനുഭവപ്പെടും അല്ലേ. നിങ്ങളൊന്ന് അരച്ച് നോക്കി, കൈ ഉരയ്ക്കുന്ന സമയത്ത് നമുക്ക് ചൂട് അനുഭവപ്പെടും. അവിടെ എന്താണ് ഉണ്ടാവുന്നത്? യെസ്, നമ്മൾ കൈ ഉരയ്ക്കുക അല്ലെ, ഉരയ്ക്കുന്ന സമയത്ത് അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് അല്ലേ, സ്ലൈഡിങ് ഫ്രിക്ഷൻ ഉണ്ടോ, സ്ലൈഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. സോ സ്ലൈഡിങ് ഫ്രിക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അവിടെ എന്താണ് എനർജി ലോസ് ആണ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റിന്റെ ഫോമിൽ അവിടെ എനർജി ലോസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെ എന്താണ് സെയിം കാര്യം നമ്മുടെ മെഷീൻസിൽ ഉണ്ടാവുന്നുണ്ട്. മെഷീൻസ് തമ്മിൽ എന്താണ് യെസ് ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്ന സമയത്ത് അവിടെ എന്താണ് പവർ ഡിസിപ്പേറ്റ് ചെയ്യപ്പെടും ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. നിങ്ങൾ കുറേ ഈ ലാപ്ടോപ്പും എന്താണ് ഏതെങ്കിലും ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് പോട്ടെ TV കുറേ സമയം പ്രവർത്തിപ്പിച്ചിട്ട് നമ്മുടെ TVയുടെ ബാക്കിലൊക്കെ ഒന്ന് തൊട്ട് നോക്കി നമുക്ക് നല്ല ചൂടുണ്ടാവും. അതെന്താണ്? യെസ്, അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം മെഷീൻസ് എന്താണ് ഫ്രിക്ഷനിൽ വന്നിട്ട് അവിടെ എന്താണ് പവർ ഡിസിപ്പേറ്റ് ചെയ്യാണ് ഇൻ ദ ഫോം ഓഫ് എനർജി. നോക്കിക്കേ, എന്താണ് ഫ്രിക്ഷൻ ഈസ് അൺഡിസയറബിൾ. എന്താണ് അൺഡിസയറബിൾ വെച്ചാൽ ആവശ്യമില്ലാത്തതാണ്. ഇൻ മെനി സിറ്റുവേഷൻസ്, പല സിറ്റുവേഷൻസിൽ ഫ്രിക്ഷൻ നമുക്ക് എന്താണ് ആവശ്യമില്ലാത്തതാണ്. ലൈക്ക് ഇൻ എ മെഷീൻ വിത്ത് ഡിഫറെൻറ്റ് മൂവിങ് പാർട്സ് അല്ലേ, ഫ്രിക്ഷൻ ഒപ്പോസസ് റിലേറ്റീവ് മോഷൻ ആൻഡ് ദെർബൈ ഡിസിപ്പേറ്റ്സ് പവർ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. എന്താണ് യെസ്, മെഷീൻസുകളിലും പല എന്താണ് ഭാഗങ്ങളും ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം എന്താണ് ഒരഞ്ഞിട്ട് എന്തുണ്ടാവുന്നുണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസ് റിലേറ്റീവ് മോഷൻ, അവയുടെ റിലേറ്റീവ് മോഷൻ എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസ് ചെയ്യും. അങ്ങനത്തെ സമയത്ത് അവിടെ എന്താണ് ഡിസിപ്പേറ്റ് പവർ, അവിടെ പവറിന്റെ നഷ്ടപ്പെടൽ ഉണ്ടാവും. ഓക്കെ, പവർ നഷ്ടപ്പെടും. സോ എന്താ ഇൻ ദ ഫോം ഓഫ് ഹീറ്റിന്റെ ഫോമിലാണ് അവിടെ പവർ നഷ്ടപ്പെടുക. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ആണിത്. രണ്ടാമത്തെ എന്താണെന്ന് നോക്കിയേ, മോർ ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു ഡ്രൈവ്. എന്താണ് ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് മോർ ഫോഴ്സ് യൂസ് ചെയ്യേണ്ടത് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ കേസിൽ തന്നെ റോളിംഗ് ഫ്രിക്ഷനും സ്ലൈഡിങ് ഫ്രിക്ഷനും നോക്കുന്ന സമയത്ത് സ്ലൈഡിങ് ഫ്രിക്ഷനുള്ള സമയത്ത് നമുക്ക് കുറേ എന്താണ് ഫോഴ്സ് കൊടുക്കേണ്ടി വരുന്നു അല്ലേ. കാരണം എന്താണ് അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലാണ്, അതുകൊണ്ടാണ് നമുക്ക് ഫോഴ്സ് കുറേ യൂസ് ചെയ്യേണ്ടി വരുന്നത്. അതാണ് പറയുന്നത് മോർ ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു ഡ്രൈവ് അല്ലേ. ഡ്രൈവ് ഒക്കെ ചെയ്യാൻ കുറേ ഫോഴ്സ് കൊടുക്കുന്നത് എന്താണ് അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. നെക്സ്റ്റ്, വിയർ ആൻഡ് ടിയർ ഓഫ് മെറ്റീരിയൽസ്. നിങ്ങൾ ചെരുപ്പൊക്കെ കുറേ കാലത്തിന് ശേഷം എന്താണ് പൊട്ടിയിട്ടില്ലെങ്കിലും എന്താണ് ചെരുപ്പൊക്കെ ഇങ്ങനെ തയഞ്ഞ് പോകും. എന്തുകൊണ്ടാണ്? യെസ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ റോഡും ഏതെങ്കിലും സർഫസും ചെരുപ്പും തമ്മിൽ എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട് അവിടെ. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമാണ് അവിടെ എന്തുണ്ടാവുന്നത്? യെസ്, അവിടെ തേയ്മാനം ഉണ്ടാവുന്നത്. വിയർ എന്താണ്? തേയ്മാനമാണ്, തേയ്മാനം. ഓക്കെ, മനസ്സിലായോ? എന്താണ് എൻ്റെ റോഡും എൻ്റെ ചപ്പലും തമ്മിൽ എന്താണ്? യെസ്, അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അതുമൂലം അവിടെ എന്താവും? വേറെ ഉണ്ടാവും. ഓക്കെ, ആൻഡ് ടിയർ എന്ന് വെച്ചാൽ എന്താണ്? തേയ്മാനം തന്നെ. ചക്രമൊക്കെ ഉണ്ടാവുമല്ലോ, റോഡും വാഹനത്തിൻ്റെ ചക്രമൊക്കെ തമ്മിൽ എന്താണ് അവിടെ എന്തുണ്ടാവും? വിയർ ആൻഡ് ടിയർ ഉണ്ടാവും. ഇതുമൂലം എന്താ കുഴപ്പം എന്താണ്? യെസ്, നമുക്ക് എന്താണ് മണി നഷ്ടമാണ് അല്ലേ. എന്താണ് ചെരുപ്പ് തേഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പുതിയ ചെരുപ്പ് വേണം, അവിടെ നമുക്ക് മണി നഷ്ടമാണ്. ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്താണ്? യെസ്, നമുക്ക് ഒരു ചെരുപ്പ് തന്നെ പൊട്ടിയിട്ടില്ലെങ്കിൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നോക്കിയേ, ഫ്രിക്ഷൻ കോഴ്സസ് ലോസ് ഓഫ് എനർജി കുറയുന്നതുകൊണ്ടല്ലേ പവറിൻ്റെ രീതിയിൽ എന്താണ് പവർ നഷ്ടപ്പെടുകയാണ് ഹീറ്റിൻ്റെ രീതിയിൽ. അവിടെ എന്താണ് ലോസ് ഓഫ് എനർജിയാണ്, എനർജി പോവുകയാണ് അവിടെ.
ലോസ് ഓഫ് എനർജി കാരണമാണ് ഹീറ്റിന്റെ ഫോമിൽ പവർ നഷ്ടപ്പെടുന്നത്. ഓക്കെ, ലോസ് ഓഫ് എനർജി അതെന്താണ്? നഷ്ടമല്ലേ? നമ്മൾ കുറേ കാര്യം കൊടുത്ത് അതിൽ പകുതിയും ലോസ് ആയിട്ട് പോയാൽ എന്താണ്, നമുക്ക് വേണ്ടത്ര കിട്ടുമോ? ഇല്ല. നെക്സ്റ്റ് എന്താണ്? ഫ്രിക്ഷൻ കോഴ്സസ് ഫോറസ്റ്റ് ഫയർ. ഫോറസ്റ്റ് ഫയറിനൊക്കെ ആര് കാരണമാവുന്നുണ്ട്? ഫ്രിക്ഷൻ കാരണമാവുന്നുണ്ട്. എങ്ങനെയാണ്? യെസ്, നിങ്ങൾ പണ്ട് മറ്റേ ഈ തീപ്പെട്ടിയും മറ്റേ സാധനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് എന്താണ്, യെസ്, കല്ല് അല്ലേ, കല്ലൊടിച്ചിട്ട് സ്പാർക്ക് ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ? അവിടെ എന്താണ്? ഫ്രിക്ഷനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. കാരണം രണ്ട് കല്ലുകൾ എന്താണ് ഉരയ്ക്കുന്ന സമയത്ത് അവിടെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്? സ്പാർക്ക് ഉണ്ടാവുക. അങ്ങനെ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ഫയർ ഉണ്ടാവും. അതേപോലെ തന്നെ കാട്ടിലൊക്കെ കാറ്റൊക്കെ ഉള്ള സമയത്ത് ഉണങ്ങിയ ബ്രാഞ്ചസ് ഒക്കെ എന്താണ് ഇങ്ങനെ ഒരയുന്ന സമയത്ത് അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. സോ അങ്ങനെ എന്താണ്? അവിടെ സ്പാർക്ക് ഉണ്ടാവും. അങ്ങനെ എന്താണ്? അവിടെ ഫോറസ്റ്റ് ഫയറിന് കാരണമാവും. ഓക്കെ, മനസ്സിലായോ എന്താണ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ? ഒന്ന് നോക്കാം. ഡിസഡ്വാൻറ്റേജസ്. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? യെസ്, എനർജി ലോസ് ഉണ്ടാവുന്നു അല്ലേ? എനർജി ലോസ് ഉണ്ടാവുന്നു. എങ്ങനെ? ഇൻ ദ ഫോം ഓഫ് ഹീറ്റിന്റെ ഫോമിൽ എനർജി ലോസ് ചെയ്ത് പോകുന്നു. എനർജി ലോസ് ചെയ്തെന്താണ്? യെസ്, അതിന് കറക്റ്റ് ആയിട്ടുള്ള പ്രവർത്തനം അവിടെ നടക്കില്ല. പോട്ടെ, ഇപ്പൊ എനിക്ക് എനർജി കുറയുമ്പോഴാണോ എനർജി കൂടുമ്പോഴാണ് ഏറ്റവും നല്ല നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുക? ഒബ്വിയസ് ആയിട്ട് എനർജി നല്ല ആയിരിക്കുന്ന സമയത്ത് അല്ലേ എനർജി പോവാന്ന് വെച്ചാൽ നമുക്ക് അത്രയും എന്താണ് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. സോ ഇതെന്താണ്? ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് എന്താണ്? ഫോറസ്റ്റ് ഫയർ കാരണമാവുന്നു അല്ലേ? ഫോറസ്റ്റ് ഫയർ അല്ലേ? കോസസ്റ്റ് ഫോറസ്റ്റ് ഫയർ. ഫോറസ്റ്റ് ഫയറിനൊക്കെ കാരണമാവുന്നു. നമ്മുടെ തീപ്പെട്ടി കത്തിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? യെസ്, ആ കൊള്ളിയും അതും നമ്മളുടെ മരുന്നുകൾ തമ്മിൽ എന്താണ്? യെസ്, ഫ്രിക്ഷൻ ഫോഴ്സിൽ വരുന്ന സമയത്ത് എന്താണ്? അവിടെ സ്പാർക്ക് ഉണ്ടാവുന്നു. സോ ആ മരുന്ന് എന്താണ്? കത്തുന്നു, ബേൺ ചെയ്യുന്നു. അതെന്താണ്? ആക്ച്വലി ഗുഡാണ്. കാരണം തീപ്പെട്ടി നല്ലതല്ലേ? അവിടെ എഴുതണ്ട ഫോറസ്റ്റ് ഫയർ. ഫോറസ്റ്റ് ഫയർ എന്ന് വെച്ചാൽ എന്താണ്? ഫോറസ്റ്റ് ഒക്കെ ഇങ്ങനെ കത്തി നശിച്ചാൽ എന്താണ്? നഷ്ടമല്ലേ നമുക്ക് ഉണ്ടാവുക. സോ ഫോറസ്റ്റ് ഫയർ എന്താണ്? ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിയർ ആൻഡ് ടിയർ അല്ലേ? തേയ്മാനം സംഭവിക്കുന്നു. നമ്മുടെ നിങ്ങൾ എന്താണ് ഈ മാർബിളും ടൈൽസൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരെ കാലൊക്കെ വേദനയാവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? യെസ്, നമ്മുടെ കല്ലും നമ്മുടെ കാലും തമ്മിൽ എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സിൽ വന്നിട്ട് നമ്മുടെ കാല് തേയുന്നതാണത്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് അവിടെ വേദന ഉണ്ടാവുന്നത്. സോ വിയർ ആൻഡ് ടിയർ നഷ്ടല്ലേ? എന്താണ്? യെസ്, മോർ ഫോഴ്സ് റിക്വയർഡ് ടു ഡ്രൈവ് ചെയ്യാനൊക്കെ നമുക്ക് എന്താണ്? കൂടുതൽ ഫോഴ്സ് വേണ്ടി വരുന്നു അല്ലേ? സൈക്കിളൊക്കെ ചവിട്ടാൻ എന്താണ്? ഫ്രിക്ഷൻ ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ജസ്റ്റ് ഒന്ന് ചവിട്ടിയാൽ മതി. പക്ഷേ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ ഫോഴ്സ് എടുത്ത് ചവിട്ടേണ്ടി വരുന്നത്. ഓക്കെ, മനസ്സിലായോ? സോ ഇത്രയും കാര്യങ്ങളാണ് ഡിസഡ്വാൻറ്റേജ് വന്നാൽ നിങ്ങൾക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. എനർജി ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഇത് കുറച്ച് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് പോയിന്റ് ആക്കി എഴുതിയിട്ടേ ഉള്ളൂ. എനർജി ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ദെൻ എന്താണ്? ഫോറസ്റ്റ് ഫയർ അല്ലെ? കോസസ് ഫോറസ്റ്റ് ഫയർ. ദെൻ കോസസ് വിയർ ആൻഡ് ടിയർ ഉണ്ടാക്കുന്നു. പിന്നെ എന്താണ്? മോർ ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു ഡ്രൈവ് ചെയ്യാൻ എന്താണ്? മോർ ഫോഴ്സ് ആവശ്യമാണ്. നോക്കി വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഡിസഡ്വാൻറ്റേജ് മാത്രമല്ല അഡ്വാൻറ്റേജും ആർക്കുണ്ട്? യെസ്, നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സിലുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജിൽ വരുന്നത്. എന്തൊക്കെയാണ്? യെസ്, ഫ്രിക്ഷൻ ഈസ് നെസസറി എവിടാണ് ഇൻ മെനി സിറ്റുവേഷൻസ്. പല സിറ്റുവേഷൻസിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും അതേപോലെ തന്നെ പല സിറ്റുവേഷൻസിനും എന്താണ്? അഡ്വാൻറ്റേജസ് ഉണ്ടല്ലേ? എന്താണ്? യെസ്, ഞാൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു, സുഖമായിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ്. സുഖമായിട്ട് എനിക്കിവിടെ എഴുതാൻ പറ്റുന്നുണ്ട്, സുഖമായിട്ട് എനിക്കിതിനെ പിടിക്കാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നൊക്കെ? യെസ്, എന്താണ്? ഒക്കെ നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ യൂസസ് ആണ്. നോക്കൂ, മെനി പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ഫ്രിക്ഷൻ ഈസ് ക്രിട്ടിക്കലി നീഡഡ് അല്ലേ? പല പ്രാക്ടിക്കൽ സിറ്റുവേഷനിലും ഫ്രിക്ഷൻ എന്താണ്? ആവശ്യം തന്നെയാണ്. എങ്ങനെയാണ്? ഫ്രിക്ഷൻ ഈസ് മെയ്ഡ് യൂസ് ഓഫ് ബൈ ബ്രേക്സ് ഇൻ മെഷീൻസ് ആൻഡ് ഓട്ടോമൊബൈൽസ്. നിങ്ങൾ ഈ കാറിലും ഇത്തരത്തിലുള്ള എന്താണ് വെഹിക്കിൾസിലൊക്കെ
ബ്രേക്ക് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായിരിക്കും? ഫുൾ ആക്സിഡന്റ് ആയിരിക്കും അല്ലേ? വണ്ടി ആയിരിക്കും പുറത്തെടുക്കാൻ പറ്റുമോ? ഇല്ല, ഫുൾ ആക്സിഡന്റ് ആയിരിക്കും. ബ്രേക്ക് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? യെസ്, നമ്മുടെ ഫ്രിക്ഷൻ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. മെയ്ഡ് യൂസ് ഓഫ് ബൈ ബ്രേക്സ് ഇൻ മെഷീൻസ് ആൻഡ് ഓട്ടോമൊബൈൽസ്. ഓക്കെ, എന്താണ്? മെഷീൻസിലും ഓട്ടോമൊബൈൽസിലും ഒക്കെ ബ്രേക്ക് ഉള്ളത് കൊണ്ടാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ബ്രേക്ക് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ബ്രേക്ക് ഒക്കെ അപ്ലൈ ചെയ്തത് കൊണ്ടാണ് നമ്മൾ എന്താണ് ജീവനോടെ വാഹനത്തിൽ പോകുന്നതും നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വി ആർ ഏബിൾ ടു വാക്ക്. യെസ്, നമുക്ക് നടക്കാൻ പറ്റുന്നത് ബിക്കോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് എന്ത് നമുക്ക് നടക്കാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ കാർ ടു മൂവ് ഓൺ എ വെരി സ്ലിപ്പി റോഡ്. ഇത് നിങ്ങൾ നോക്കൂ, ഒരു ചെളിയുള്ള റോഡ്, അത് അല്ലെങ്കിൽ ഐസിന്റെ മുകളിൽ കൂടെയൊക്കെ നമുക്ക് നടക്കാനോ അല്ലെങ്കിൽ എന്താണ് ഒരു വെഹിക്കിളിന് പോകാനോ ഒന്നും പറ്റില്ല അല്ലേ? സ്ലിപ്പി റോഡ് കൂടെ കാറിനൊക്കെ മൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. എന്തുകൊണ്ടാണ്? അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവാണ്. ഓൺ ആൻ ഓർഡിനറി റോഡ് വെച്ച് നമ്മുടെ സാധാരണ റോഡിലൂടെ ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി ടയേഴ്സ് ആൻഡ് ദി റോഡ് പ്രൊവൈഡ്സ് ദി നെസസറി എക്സ്റ്റേണൽ ഫോഴ്സ് ടു ആക്സിലറേറ്റ് ദി കാർ. എന്താണ്? ടയറും റോഡും തമ്മിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെന്ത്? എക്സ്റ്റേണൽ ഫോഴ്സ് ടു പ്രൊവൈഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ടു ആക്സിലറേറ്റ് ദി കാർ. കാറിനെ ആക്സിലറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? ടയറും റോഡും തമ്മിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, മനസ്സിലായ? ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് ഉള്ളത്. എന്തൊക്കെയായിരുന്നു അഡ്വാൻറ്റേജസ്? പറഞ്ഞേ. യെസ്, ആയിട്ട് നമുക്ക് വി ക്യാൻ വാക്ക് അല്ലേ? വി ക്യാൻ വാക്ക്. എന്താണ്? വി ക്യാൻ റൈറ്റ്. വി ക്യാൻ റൈറ്റ് അല്ലേ? വി ക്യാൻ ഹോൾഡ്. ഇതൊക്കെ നമുക്ക് എക്സാമ്പിളൊക്കെ പറയാം. ഹോൾഡ്. വി ക്യാൻ വാക്ക്, വി ക്യാൻ റൈറ്റ്, വി ക്യാൻ എന്താണ്? ഹോൾഡ് അല്ലേ? നടക്കാൻ പറ്റും, ഓടാൻ പറ്റും, ചാടാൻ പറ്റും, എന്താണ് എഴുതാൻ പറ്റും, ഒരു സാധനത്തിന് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റും. ഒക്കെ എന്താണ്? യെസ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് എന്താണ്? ബ്രേക്സ് അല്ലേ? ബ്രേക്ക് സിസ്റ്റം. മെഷീൻസിന്റെ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസിന്റെ ബ്രേക്സ് ഒക്കെ എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്? യെസ്, ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടാണ്. നെക്സ്റ്റ് എന്താണ്? യെസ്, ഒരു കാറിന് എന്താണ്? യെസ്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്ലിപ്പി റോഡിൽ കൂടി പോവാം. പക്ഷെ ഒരു ഓർഡിനറി റോഡിൽ കൂടി പോകാൻ എന്തായിരിക്കും? പിന്നെയും ഈസി ആയിരിക്കും. കാരണം എന്താണ്? യെസ്, അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നത്. എന്തിന്? ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, കാറിനെ ആക്സിലറേറ്റ് ചെയ്യാനുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നത് ടയറും റോഡും തമ്മിലുണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ്, ഇത്രയും കാര്യങ്ങളാണ് ഡിസഡ്വാൻറ്റേജസ്. ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സിനെ എന്ത് വിളിക്കുന്നത്? നെസസറി എവിൾ എന്ന് വിളിക്കുന്നതും എന്നുള്ളതും നിങ്ങൾ നോക്കി പോവാ. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണോ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താക്കണം? നമുക്ക് എന്ത് ചെയ്യണം? പറയൂ. ഇതല്ല, യെസ്, നമുക്കൊരു ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും അതിനെ നമുക്ക് അഡ്വാൻറ്റേജ് ആക്കി മാറ്റണം അല്ലേ? എങ്ങനെയാണ് ഒരു ഫ്രിക്ഷനെ കുറയ്ക്കാൻ പറ്റുക? വാട്ട് ആർ ദി വേരിയസ് മെത്തേഡ് ടു റെഡ്യൂസിങ് ഫ്രിക്ഷൻ? ഫ്രിക്ഷനെ നമുക്ക് ഏതൊക്കെ മെത്തേഡിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും നോക്കിയേ. ആസ് ഫ്രിക്ഷൻ കോസസ് ദി വേസ്റ്റേജ് ഓഫ് എനർജി. നമുക്കറിയാം ഫ്രിക്ഷൻ എന്താണ്? വേസ്റ്റേജ് ഓഫ് എനർജിയിൽ എനർജി വേസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ബിക്കം നെസസറി ടു റെഡ്യൂസ് ദി ഫ്രിക്ഷൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആവശ്യമാണ്? എന്തിനാ? ഫ്രിക്ഷനെ നെസസറി ആയിട്ട് കുറയ്ക്കേണ്ടത് ആവശ്യമാണ് അല്ലേ? കുറയ്ക്കേണ്ടത് ആവശ്യമാണല്ലോ. ഏതൊക്കെ മെത്തേഡിലാണ് നോക്കിയേ? എന്താണ്? ഒന്നാമത്തെ പോളിഷിങ് ദ സർഫസ് പോളിഷ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്താണ് ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും. നിങ്ങൾ നോക്കി, നമ്മൾ നല്ലൊരു എന്താണ് നല്ല ഷാർപ്പായിട്ടുള്ള ഫ്രിക്ഷൻ ഫോഴ്സ് ധാരാളമുള്ള ഒരു സാധനം എടുക്കാം. അത് നമ്മൾ പോളിഷ് ചെയ്യാം. പോളിഷ് ചെയ്യുന്ന സമയത്ത് അത് സോഫ്റ്റ് ആയിട്ട് മാറില്ലേ? അത് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ലേ? അതെന്താണ്? അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറഞ്ഞു. പോളിഷിങ് ദ സർഫസ്. ഫ്രിക്ഷൻ ബിറ്റ്വീൻ റഫ് സർഫസസ് ഈസ് മച്ച് മോർ ദാൻ ബിറ്റ്വീൻ ദ പോളിഷ്ഡ് സർഫസസ്. യെസ്, ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ റഫ് സർഫസിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ ഇസ് മോർ ദാൻ
ബിറ്റ്വീൻ ദി പോളിഷ്ഡ് സർഫസസ്. ഓക്കെ, പോളിഷ്ഡ് സർഫസസിലുള്ളതിനെയും കാട്ടും മച്ച് മോർ ആയിരിക്കും എവിടെ ഉണ്ടാവുക, റഫ് സർഫസസിൽ ഉണ്ടാവുക. സോ വി പോളിഷ് ദ സർഫസ് ടു റെഡ്യൂസ് ദി ഫ്രിക്ഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ സർഫസിനെ പോളിഷ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് പറ്റും, ഫ്രിക്ഷനെ കുറയ്ക്കാൻ പറ്റും. രണ്ടാമത്തെ എന്താണ്, ലുബ്രിക്കേഷൻസ്. എന്താണ്, നമ്മൾ കാറിന്റെ മെഷീൻസിന്റെ ഇടയിലൊക്കെ എന്താണ് ഓയിൽസ് ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കാണുന്നില്ലേ, ഓയിൽസ് ഒക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. എന്തിനാണത്, ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. എന്താണ്, ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. ലുബ്രിക്കൻസ് ലൈക്ക് ഓയിൽ ആൻഡ് ഗ്രീസ്. ഗ്രീസും ഓയിലൊക്കെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് നമ്മുടെ സൈക്കിളിന്റെ പെഡലിന്റെ ഇടയിലും അതേപോലെ ചക്രത്തിന്റെ ചങ്ങലയുടെ ഇടയിലൊക്കെ എന്താണ് ഓയിലും ഗ്രീസും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. എന്തിനാണത്, ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. When the oil or grease is put in between two surfaces, രണ്ട് സർഫസിന്റെ ഇടയിൽ നമ്മുടെ ഓയിലോ അല്ലെങ്കിൽ ഗ്രീസോ ഇടുന്ന സമയത്ത് the irregularities remain apart and do not interlock tightly. അതുകൊണ്ട് തന്നെ എന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ടൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കില്ല. Thus the surfaces can move over each other with less friction between them. അവയ്ക്കിടയിൽ കൂടി കുറച്ച് ഫ്രിക്ഷനിലൂടെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇതില്ലേ ഗേറ്റ്, മറ്റിങ്ങനെ ചക്രം വെച്ചിട്ട് ഇങ്ങനെ ഉന്തി തുറക്കുന്ന ഒരു ഗേറ്റില്ലേ, അതിലെന്താണ് ചില സമയത്ത് അത് ടൈറ്റായിട്ട് പോകുന്ന കാണാൻ പറ്റും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താണ് ഈസി ആയിട്ട് അത് മൂവ് ചെയ്യിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്, അവിടെ ഇത്രയും നേരം ടൈറ്റായിട്ട് ഇന്റർലോക്ക് ചെയ്ത് ടൈറ്റായിട്ട് വരുന്ന രണ്ട് സർഫസസ് പിന്നെന്താണ് ഈ ഓയിലും ഗ്രീസും കൊടുക്കുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ട് പോകും, കാരണം അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറഞ്ഞു. ഓക്കെ, ദസ് ദി സർഫസ് ക്യാൻ മൂവ് ഓവർ ഈച്ച് അതർ വിത്ത് ലെസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദം. മനസ്സിലായി, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് പറ്റും, നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, പോളിഷിംഗ് ദി സർഫസ് ആൻഡ് ലുബ്രിക്കേഷൻസ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്താണ്, ഫ്രിക്ഷൻ ഈസ് നെസസറി എവിൾ ജസ്റ്റിഫൈ. ഫ്രിക്ഷൻ എന്താണ്, നെസസറി എവിൾ ആണ്, ആണോ, ജസ്റ്റിഫൈ ചെയ്യാനാണോ പറഞ്ഞിരിക്കുന്നത്, ആണോടാ, ഫ്രിക്ഷൻ എന്താണ് നെസസറി എവിൾ ആണോ, യെസ് ആണല്ലേ. ഫ്രിക്ഷൻ ഈസ് നെസസറി എവിൾ, ഇറ്റ് മീൻസ് എന്താണ് അർത്ഥമാക്കുന്നത്, ഫ്രിക്ഷൻ ഹാസ് അഡ്വാൻറ്റേജസ് ആസ് വെൽ ആസ് ഡിസഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസും ഉണ്ട് അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട് അല്ലേ, അഡ്വാൻറ്റേജസ് ഉണ്ട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് ഫ്രിക്ഷൻ നമ്മൾ നെസസറി എവിൾ എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഫ്രിക്ഷൻ ഈസ് നോട്ട് ഡിസയറബിൾ ബട്ട് വിത്തൗട്ട് ഫ്രിക്ഷൻ വി കനോട്ട് തിങ്ക് ഔട്ട് ഓഫ് സർവൈവൽ അല്ലേ. എന്താണ്, ഫ്രിക്ഷൻ നമുക്ക് ആവശ്യമില്ല അല്ലേ, എന്താണ് അത്യാവശ്യമുള്ള കാര്യമല്ല, പക്ഷേ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ലൈഫ് പോസിബിൾ ആണോ അല്ലേ, തിങ്ക് അവർ സർവൈവൽ, നമ്മുടെ സർവൈവൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ. അതുകൊണ്ടാണ് എന്ത് ഫ്രിക്ഷൻ ഇസ് നെസസറി എവിൾ എന്ന് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും എഴുതി കൊടുക്കുക. എന്തൊക്കെയാണ്, എ സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് എനർജി ഓഫ് മൂവിങ് ഒബ്ജക്റ്റ് ഈസ് വേസ്റ്റ് അല്ലേ. മൂവിങ് ഒബ്ജക്റ്റിൽ സിഗ്നിഫിക്കൻ്റ് അല്ലേ ഒരു ഭാഗം എനർജി എന്താണ് ഫ്രിക്ഷൻ കാരണം ലോസ്റ്റ് ആയി പോകുന്നുണ്ട്. ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എനർജി ടു ഓവർകം ദി ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ് എനർജി എന്താണ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റിലും ലോസ് ആയി പോകുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കോസസ് ലോട്ട് ഓഫ് വിയർ ആൻഡ് ടിയർ. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ് ലോട്ട് ഓഫ് വിയർ ആൻഡ് ടിയർ ഉണ്ടാക്കുന്നുണ്ട്. ദ മൂവിങ് പാർട്സ് ഓഫ് എ മെഷീൻ, സംടൈംസ് എ മെഷീൻ ഗെറ്റ്സ് ബേൺഡ് ഡ്യൂ ടു ദി ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് മൂവിങ് പാർട്സ് അല്ലേ. മൂവിങ് പാർട്സിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ഇടയ്ക്ക് എന്താണ് ബേൺ ചെയ്തടക്കം പോവാറുണ്ട്. സോ എന്താണ്, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കോസസ് ലോട്ട് ഓഫ് വിയർ ആൻഡ് ടിയർ ഇൻ ദ മൂവിങ് പാർട്സ് ഓഫ് എ മെഷീൻസ്. Sometimes a machine get burned due to the force of friction between different moving parts. Okay. The force of friction restricts the speed of the moving vehicles like rockets and trains. ട്രെയിൻ, റോക്കറ്റ് അതേപോലത്തുള്ള വെഹിക്കിൾസിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നു. ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമാണ് സ്പീഡ് കുറയ്ക്കുന്നത്. ഓക്കെ, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ റെസ്ട്രിക്ട്സ് ദ സ്പീഡ് ഓഫ് മൂവിങ് വെഹിക്കിൾസ് ലൈക്ക് റോഡ് ആൻഡ് റോക്കറ്റ്. റോക്കറ്റ്, റോഡ് ഒക്കെ പോലുള്ള ആളുടെ എന്താണ് സ്പീഡ് കുറയ്ക്കുന്ന ആരാണ്, യെസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. എന്തൊക്കെയാണ് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡിസഡ്വാൻറ്റേജസ്, യെസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റിൽ ധാരാളം എനർജി ലോസ് ചെയ്തില്ലേ, സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് എനർജി ലോസ് ആവുന്നുണ്ട്. ദെൻ എന്താണ് വിയർ ആൻഡ് ടിയർ അല്ലേ, അതുകൊണ്ട് തന്നെ എന്താണ് സംടൈംസ് എന്താണ് മെഷീൻസിലെ ഭാഗങ്ങളൊക്കെ ബേൺ ചെയ്ത് പോവാറുമുണ്ട്. ദെൻ എന്താണ്, യെസ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ റെസിസ്റ്റ് ദ സ്പീഡ് ഓഫ് വെഹിക്കിൾസ് ലൈക്ക് അല്ലേ, എന്താണ് റോക്കറ്റും ട്രെയിൻ ഇതേപോലത്തെ ആളുടെ ഒക്കെ സ്പീഡ് കുറയ്ക്കാറുണ്ടായിരുന്നു ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് പറഞ്ഞ, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇറ്റ് ഹെൽപ്സ് ടു മൂവ് ഓൺ ദി സർഫസ് ഓഫ് എർത്ത്.
ഭൂമിയിൽ കൂടി നമുക്ക് നടക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? യെസ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് എന്താണ്? ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് എ പെൻ ആൻഡ് ദി സർഫസ് ഓഫ് പേപ്പർ ഹെൽപ്പ് അസ് ടു റൈറ്റ് ഓൺ ദി പേപ്പർ. യെസ്, എനിക്ക് എന്താണ് ഈ ബോർഡിൽ എഴുതാൻ പറ്റുന്നത് എൻ്റെ പെന്നിൻ്റെ ടിപ്പും എന്താണ് ഈ ബോർഡിൻ്റെ സർഫസും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയേഴ്സ് ഓഫ് എ വെഹിക്കിൾ ആൻഡ് ദ റോഡ് ഹെൽപ്സ് ദ വെഹിക്കിൾ ടു സ്റ്റോപ്പ് വെൻ ബ്രേക്ക് ഈസ് അപ്ലൈഡ്. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഫ്രിക്ഷൻ ഫോഴ്സ് അവയ്ക്കിടയിൽ ഉള്ളത് കൊണ്ടാണ് എന്താ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ദ വെഹിക്കിൾ വിൽ സ്കിഡ് ഓഫ് ദി റോഡ് വെൻ ബ്രേക്ക് ഈസ് അപ്ലൈഡ്. അല്ലേ, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കിഡായിട്ട് തെറിച്ച് വീഴും നമ്മൾ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഫ്രിക്ഷനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഫ്രിക്ഷനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫ്രിക്ഷൻ എന്താ പഠിച്ചു അല്ലേ? ഫ്രിക്ഷൻ എന്താണ്? ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. ഫ്രിക്ഷൻ എക്സാമ്പിൾസ് പഠിച്ചു. 2 ടൈപ്പ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ. FS അല്ലേ, FSഉം FKയും. FS എന്തായിരുന്നു ഇക്വേഷൻ? മ്യൂഎസ് ആൻഡ് FK എന്തായിരുന്നു? മ്യൂK അല്ലേ, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻടു നോർമൽ റിയാക്ഷൻ. FK എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഇൻടു നോർമൽ റിയാക്ഷൻ. ദെൻ എന്താണ്? കൈനറ്റിക് ഫ്രിക്ഷൻ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ. ഒരു വസ്തുവിന്റെ മുകളിൽ കൂടിയും മറ്റൊരു വസ്തു സ്ലൈഡ് ചെയ്ത് പോകുന്നതാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. മറ്റൊരു വസ്തുവിന്റെ മുകളിൽ കൂടിയും ഒരു വസ്തു റോൾ ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് റോളിംഗ് ഫ്രിക്ഷൻ. ദെൻ എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു. എങ്ങനെയാണ് നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സിനെ നെസസറി എവിൾ എന്ന് വിളിക്കുന്നത് നമ്മൾ കണ്ടു. സോ ഒക്കെ സെറ്റാണല്ലോ, പക്കയാണല്ലോ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് നെക്സ്റ്റ് പോകാനുള്ളത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ബോഡി ഓൺ എൻ ഇൻക്ലൈൻഡ് സർഫസ്. ഓക്കെ, ഒരു ബോഡി ഇൻക്ലൈൻഡ് സർഫസിൽ വെക്കുന്ന സമയത്ത് ഉണ്ടാവുക എന്താണ്? ഓക്കെ, ഇതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എന്താണെന്നറിയോ? ആംഗിൾ ഓഫ് റീപോസും അതേപോലെ തന്നെ ആംഗിൾ ഓഫ് ഫ്രിക്ഷനും. ഓക്കെ, ആംഗിൾ ഓഫ് റീപോസ് ആൻഡ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, അതേപോലെ തന്നെ എന്താണ് ആംഗിൾ ഓഫ് റീപോസ്? ഫസ്റ്റ് നമുക്ക് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്താണെന്ന് കണ്ടിട്ട് എന്താണ് ആംഗിൾ ഓഫ് റീപോസ് എന്നതിലേക്ക് പോവാം. ഓക്കെ, ദി ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്താണ്? ഒന്നുമില്ല, ഞാനൊരു ബോഡി എൻ്റെ ഒരു ബോഡി ഞാനിവിടെ വെച്ചു. ബോഡിയിലേക്ക് എന്താണ്? എനിക്കറിയാം താഴോട്ട് എന്താണ്? ഇതിൻ്റെ വെയിറ്റ് ഒബ്വിയസ് ആയിട്ട് ആക്ട് ചെയ്യും. എന്താണ്? യെസ്, ഇതിന് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആര് ആക്ട് ചെയ്യും? യെസ്, ഒരു നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യും. ദെൻ എന്താണ്? ഇങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ് ആയിട്ട് ഇതിന് ഒപ്പോസ് ആയിട്ട് എന്തുണ്ടാവും? എൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ടാവും. നിങ്ങൾ നോക്കിയേ, ഇവിടെ എൻ്റെ നോർമൽ റിയാക്ഷനും ഫ്രിക്ഷണൽ ഫോഴ്സും എന്താണ്? സം തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നില്ലേ ഇവിടെ? അങ്ങനെ ആ സമയത്ത് എനിക്കിതിന് എന്താക്കാം? റിസൾട്ടൻ്റ് കണ്ടുപിടിച്ചിവിടെ. ഇതിൻ്റെ റിസൾട്ടൻ്റ് എനിക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? പാരലലോഗ്രാം ഓർ എന്ത് യൂസ് ചെയ്യാം? ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ യൂസ് ചെയ്യാം. എന്താണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ പാരലലോഗ്രാം വെച്ചിട്ട് എന്താക്കി? എൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് കണ്ടെത്തി. ദിസ് ഈസ് മൈ റിസൾട്ടൻ്റ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ നോർമൽ റിയാക്ഷനും ഈ റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ ഇടയിലുള്ളൊരു ആംഗിൾ ഉണ്ടല്ലോ, ഈ ഒരു ആംഗിള്, ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ഒന്നുമില്ല, നമ്മളൊരു ബോഡിയിലേക്ക് എന്താണ്? ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ്റെയും ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് എടുത്താൽ ആ റിസൾട്ടൻറ്റിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും ഇടയിൽ ഉണ്ടാവുന്ന ആംഗിൾ ആണെന്ത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്താണ്? ഇറ്റ്സ് ദ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ റിയാക്ഷൻ ആൻഡ് റിസൾട്ടൻ്റ്. ഓക്കെ, റിസൾട്ടൻ്റ് ഫോഴ്സ് മനസ്സിലായി? റിസൾട്ടൻ്റ് ഫോഴ്സ് ഏതിൻ്റെ ഒക്കെ റിസൾട്ടൻ്റ് ഫോഴ്സ് ആണ്? യെസ്, എൻ്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓർ
എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും എൻ്റെ നോർമൽ റിയാക്ഷൻ്റെയും റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും ഇടയിലുള്ള ആംഗിൾ ആണെന്ത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് മനസ്സിലായോ? ഒന്നുമില്ല. എൻ്റെ നോർമൽ റിയാക്ഷൻ്റെയും ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുന്നു. ദിസ് ഈസ് മൈ റിസൾട്ടൻ്റ്. ഈ കിട്ടിയ റിസൾട്ടൻറ്റിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും ഇടയിലുണ്ടാവുന്ന ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിളിനാണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. കത്തിയോ നിങ്ങൾക്ക്? കത്തിയോ? ഒന്നും കൂടി പറഞ്ഞുതരാം പോട്ടെ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ് പറയുന്നത്. ഒരു ബോഡി ഇതിൻ്റെ ഒരു സർഫസ് ആണ്. സർഫസിൽ എന്താക്കണം? ഒരു ബോഡീനെ പ്ലേസ് ചെയ്തു. ബോഡിക്ക് എന്തായാലും എന്താണ് ഒരു വെയിറ്റ് ഉണ്ടാവും. സോ താഴോട്ട് എൻ്റെ വെയിറ്റ് അനുഭവപ്പെടുന്നു. വെയിറ്റ് എന്ന് പറയുമ്പോൾ mg ആണല്ലോ. ഓക്കെ ആണോ? പക്കയാണോ? ഇതെന്താണ്? ഈ സർഫസ് എന്താണ് ബോഡിയിലേക്ക് ഒരു ഒപ്പോസിറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് എന്താണ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ദിസ് ഈസ് അവർ നോർമൽ റിയാക്ഷൻ ആണല്ലോ. എന്താണ് സം ഫോഴ്സസിലേക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുകയാണെങ്കിൽ ബേസ് ആയിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ആരുണ്ടാവും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും, Fs. ഓക്കെ, കാരണം ഇത് റെസ്റ്റിലായതുകൊണ്ടാണ് ഞാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ Fs ഇട്ട് സിംപ്ലി F എന്ന് എഴുതിയാലും മതി. ഓക്കെ, എന്താണ് ഈ Fsഉം Nഉം എന്താണ് ഒരു സം ആംഗിൾ മേക്ക് ചെയ്യുന്നില്ലേ? ഇവിടെ നിങ്ങൾ നോക്കിയേ, സം ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് യെസ്, റിസോൾവ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? റിസോൾവ് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ഇതിനെ റിസോൾവ് ചെയ്യാൻ പറ്റും. പാരലലോഗ്രാം ലോ വെച്ചിട്ട് ഞാൻ ഇതിനെ റിസോൾവ് ചെയ്യാണ്. സോ എനിക്ക് റിസോൾവ് ചെയ്യുന്ന സമയത്ത് ദിസ് ഈസ് മൈ റിസൾട്ടൻ്റ് ഫോഴ്സ്. ഇതായിരിക്കും എന്ത് എൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് ഉണ്ടാവാം. ഈ കിട്ടിയ റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെയും എൻ്റെ നോർമൽ റിയാക്ഷൻ്റെയും ഇടയിൽ ഒരു കുഞ്ഞി ആംഗിൾ കാണുന്നുണ്ടോ നിങ്ങൾ? ഈ ഒരു ആംഗിൾ കാണുന്നുണ്ടോ നിങ്ങൾ? ദിസ് ആംഗിൾ ഈസ് കോൾഡ് എന്ത് അറിയപ്പെടുന്നത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഈ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായോ? എന്താണ് എൻ്റെ നോർമലിൻ്റെയും ഈ റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെയും ഇടയിൽ ഉണ്ടാവുന്ന ആംഗിൾ ആണെന്ത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സെറ്റായോ? കത്തിയോ നിങ്ങൾക്ക് എല്ലാവർക്കും? മനസ്സിലായോ? ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ റിയാക്ഷൻ ആൻഡ് റിസൾട്ടൻ്റ് ഫോഴ്സ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടൻ്റ് ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ. ഒന്നുമില്ല, എന്താക്കണം, ജസ്റ്റ് ഒന്ന് ട്രയാങ്കിൾ ഇവിടെ വരയ്ക്കല്ലേ. ദിസ് ഈസ് മൈ റിസൾട്ടൻ്റ് ഫോഴ്സ്. സെയിം ഡയറക്ഷനാണ്, മാറ്റിയൊന്നുമില്ല, സെയിം ഡയറക്ഷനിൽ വരച്ചു. എന്താണ് എൻ്റെ ഈ നോർമൽ റിയാക്ഷൻ ഞാൻ എന്താക്കാണ് ഇവിടേക്ക് എടുത്ത് എൻ്റെ നോർമൽ റിയാക്ഷനെ ഞാൻ വരച്ചു. എന്താണ് എൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുമല്ലോ, എൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഇതേ ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നെയല്ലേടാ ഇവിടെ ആക്ട് ചെയ്യുന്നത്, അത് തന്നെയാണ്. സോ എന്താണ് ഇവിടേക്ക് ഞാൻ ഇങ്ങനെ വരച്ചു. ദിസ് ഈസ് മൈ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ ആണെന്ത് എൻ്റെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ തീറ്റ എന്ന് പറയുന്നത് ആണല്ലോ. ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സും എൻ്റെ നോർമൽ റിയാക്ഷനും ഈ Fsഉം ഈ ട്രയാങ്കിളിൽ ഞാൻ എന്താക്കുകയാണ്, ഈ ട്രയാങ്കിൾ എടുത്തതിന് ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചു. ഇത്രയേ ഉള്ളൂ. ഈ നോർമൽ റിയാക്ഷൻ്റെയും എൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെയും ഇടയിൽ ആക്ട് ചെയ്യുന്ന ആംഗിൾ ആണെന്ത് എൻ്റെ ആംഗിൾ ഓഫ് റിപ്പോസ്. ആ ആംഗിൾ ഓഫ് റിപ്പോസ് ഞാനിവിടെ എന്താക്കി മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഇതിൽ നിങ്ങളൊന്ന് ടാൻ തീറ്റ കണ്ടുപിടിച്ചേ. ടാൻ തീറ്റ കണ്ടുപിടിച്ചേ. എന്താണ് ടാൻ തീറ്റ വരിക? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? യെസ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണെന്ന് ടാൻ തീറ്റ. ദാറ്റ് ഈസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നോക്കൂ, ഓപ്പോസിറ്റ് സൈഡ് അല്ലേ F ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? ദിസ് ഈസ് അല്ലേ N. അതായത് എന്താണ് Fs is equal to
മ്യൂഎസ്എൻ. ഓക്കെ, മ്യൂഎസ്എൻ മ്യൂന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഞാൻ ഒരു സ്പെസിഫിക് കേസ് അല്ല പറയുന്നത്, കോമൺ ആയിട്ടാണ് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെത്. FS ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണ്, ജസ്റ്റ് നിങ്ങൾ മ്യൂന്ന് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, FS വേണമെന്നില്ല, മ്യൂന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ ഓക്കെ സെറ്റാണ്. നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു നോർമൽ റിയാക്ഷൻ ആണ്. ഇതിൽ നിങ്ങൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് കണ്ടുപിടിച്ച് എന്താണ്, F/N അല്ലേ വരിക. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു F/N അല്ലേ വരിക. ഇവിടെ എന്താണുള്ളത് നോക്കിക്കോ, ഇവിടെ എന്താണുള്ളത്, F/N അല്ലേ ഉള്ളത്. അങ്ങനെയാകുന്ന സമയത്ത് F/N എന്തിന് ഈക്വൽ ആണ്, യെസ് മ്യൂക്ക് ഈക്വൽ ആണല്ലേ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ F/N പകരം എനിക്ക് എന്ത് കൊടുക്കാം, മ്യൂ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. സോ ദാറ്റ് ഈസ് tan θ is equal to മ്യൂ എന്ന് കൊടുക്കാം. അതിൽ നിന്ന് തീറ്റ കണ്ടുപിടിച്ച് നിങ്ങൾ തീറ്റ is equal to എന്ത് വരും, tan inverse of മ്യൂ അല്ലേ, tan inverse of മ്യൂ. എന്താണ് tan inverse of മ്യൂ എന്ന് പറയുമ്പോൾ, യെസ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ tan ഇൻവേഴ്സ് കണ്ടെത്തിയാൽ എനിക്ക് എന്ത് കാണാൻ പറ്റും, എൻ്റെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ കാണാൻ പറ്റും. ഓക്കെ, എന്താണ് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഒരു ക്വസ്റ്റ്യനിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ട് നിങ്ങളോട് ആംഗിൾ ഓഫ് റീപോസ് ഓർ ആംഗിൾ ഓഫ് എന്താണ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് അതിന്റെ ടാൻ ഇൻവേഴ്സ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കണ്ടാൽ മതി. ഓക്കെ, തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, എന്താ മനസ്സിലായത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ, ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി എന്തിൻ്റെ ഒക്കെ ഇടയിലാണ്, ദ റിസൾട്ടന്റ് അല്ലേ, റിസൾട്ടന്റ് ഫോഴ്സിന്റെയും നോർമൽ റിയാക്ഷൻ്റെയും എൻ്റെ റിസൾട്ടന്റ് ഫോഴ്സിൻ്റെയും ഇടയിലുള്ള ആംഗിൾ ആണെന്ത്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ, സെറ്റാണോ നിങ്ങൾക്ക്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് റീപോസ് എന്താണെന്ന് നോക്കിയാലോ. ആംഗിൾ ഓഫ് റീപോസ് എന്താണ്, ഇതൊക്കെ മൈക്കാണ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് മ്യൂ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ആംഗിൾ ബിറ്റ്വീൻ ദി നോർമൽ റിയാക്ഷൻ ആൻഡ് ദി ഫ്രിക്ഷണൽ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ല, നോർമൽ റിയാക്ഷൻ ആൻഡ് ദി റിസൾട്ടന്റ് ഫോഴ്സ്. ഏതിൻ്റെ ഒക്കെ റിസൾട്ടന്റ് ഫോഴ്സ്, ഈ FSൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും റിസൾട്ടന്റ് ഫോഴ്സ്. ഈ പിക്ചർ വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഗുണമായിരിക്കും. ഓക്കെ, എഴുതി തെറ്റിയാലും നിങ്ങൾക്ക് ഈ പിക്ചറിന് മാർക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് റീപോസ് എന്താണെന്ന് നോക്കിയാലോ. എന്താണ്, ഇത്രയും നേരം ഞാൻ എന്താണ് ഒരു സർഫസിൽ വെച്ചു, ആ സർഫസിൽ ഞാൻ പതുക്കെ എന്താണ്, യെസ് ഇൻക്ലൈൻഡ് ചെയ്യിക്കുകയാണ്. ഓക്കെ, ഒരു ഇൻക്ലൈൻഡ് ചെയ്യിക്കുകയാണ്. ഓക്കെ, തീറ്റ. ഓക്കെ, ഒരു ബോഡിയെ ഞാനിവിടെ വെച്ചു. ഞാൻ എന്താണ് കൊടുക്കുന്നതിനനുസരിച്ചൊന്നും ബോഡി എന്താണ് ഇപ്പം റെസ്റ്റിലാണുള്ളത്. ഓക്കെ, ഞാൻ എന്താണ് പതുക്കെ ഇതിൻ്റെ ഈ ആംഗിൾ തീറ്റ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. കൂട്ടി പെർട്ടിക്കുലർ തീറ്റയിൽ എന്താണ് ഈ ബോഡി ബിഗിൻസ് ടു സ്ലൈഡ് ഡൗൺ. താഴോട്ട് എന്താണ് സ്ലൈഡ് ഡൗൺ ചെയ്ത് വരാൻ തുടങ്ങും. ആരെൻ്റെ ബോഡി എന്ന് പറയുന്നത് ആ ആംഗിൾ ഉണ്ടല്ലോ, സ്ലൈഡ് ചെയ്ത് വരാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ആംഗിൾ, തൊട്ട് മുമ്പുള്ള ആംഗിൾ ഉണ്ടല്ലോ, അതാണെന്ത് ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് റിപ്പോസ് ഇസ് ദി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ആൻ ഇൻക്ലൈൻഡ് സർഫസ്. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണ് എവിടെ ഉള്ളത്, ഇൻക്ലൈൻഡ് സർഫസിലുള്ളത്. ഓവർ വിച്ച് എ ബോഡി ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് ഡൗൺ. സ്ലൈഡ് ഡൗൺ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണെന്ത് എൻ്റെ ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ആംഗിൾ ഓഫ് റിപ്പോസ്. ഓക്കെ, ഏത് ആംഗിളിൽ വെക്കുന്ന സമയത്താണോ എൻ്റെ എൻ്റെ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങുന്നതിന് അതിന് തൊട്ട് മുമ്പുള്ള തീറ്റ, ഓക്കെ, ആംഗിൾ ആണെന്ത് എൻ്റെ ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് റിപ്പോസ് ഇസ് ദി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ആൻ ഇൻക്ലൈൻഡ് സർഫസ് ഓവർ വിച്ച് എ ബോഡി ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് ആണ്. ഓക്കെ, സ്ലൈഡ് ആൺ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ആംഗിൾ ആണത് ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റാണോ? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ എന്തിലേക്ക് പോവാം, ബോഡി ഓൺ ആൻ ഇൻക്ലൈൻഡ് സർഫസ്. ഓക്കെ, ബോഡി ഓൺ ആൻ ഇൻക്ലൈൻഡ് സർഫസ്. നിങ്ങൾ നോക്കിയേ, ഇതെന്താണ് ഒരു ഇൻക്ലൈൻഡ് സർഫസ് ആണ്. അതിനെന്താണ് ഒരു ബോഡി ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഉണ്ടാവുന്ന ആംഗിൾ എത്രയാണ്, തീറ്റയാണ് ആംഗിൾ.
എന്താണ് ബോഡിക്ക് എന്താണ് ഒരു mg മാസ് താഴോട്ട് ഉണ്ടാവും അറിയാം. സർഫസ് എന്താണ് യെസ് പെർപെൻഡിക്കുലർ ആയിട്ട് സർഫസിന് ഒരു നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യും അല്ലേ. ഇങ്ങോട്ടേക്ക് എന്താണ് ഒബ്വിയസ് ആയിട്ടും ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ഞാൻ ചിത്രം ഒന്നും കൂടെ മാറ്റി വരയ്ക്കാം. ദിസ് ഈസ് മൈ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇൻക്ലൈൻഡ് പ്ലെയിനിൽ എന്താണ് യെസ് ഒരു സം തീറ്റ ആംഗിൾ, തീറ്റയിലാണെന്ത് ഇൻക്ലൈൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഒരു ബോഡീനെ ഞാൻ എന്താണ് ഒരു ബോഡീനെ ഇവിടെ വെച്ചു. എന്താണ് ബോഡിക്ക് എന്താണ് യെസ് താഴോട്ടൊരു എന്തുണ്ടാവും യെസ് ഒരു മാസ് mg ഉണ്ടാവും അല്ലേ. നമുക്കറിയാം ഹൊറിസോണ്ടൽ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും യെസ് എൻ്റെ mgയും നോർമൽ റിയാക്ഷനും നേരെ ആയിരിക്കും അല്ലേ. പക്ഷെ ഇവിടെ എന്താണ് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ്. ഇൻക്ലൈൻഡ് പ്ലെയിനിലാകുന്ന സമയത്ത് എൻ്റെ മാസും mgയും നോർമൽ എന്തായിരിക്കും നേരെ ആയിരിക്കില്ല. നോർമൽ റിയാക്ഷൻ എന്താണ് സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ 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 സോ ഇങ്ങനെയാണ് ഉണ്ടാവുക. സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റെ നോർമൽ റിയാക്ഷൻ ഉണ്ട്. എൻ്റെ mg എന്താണ് mgനെ നമുക്ക് റിസോൾവ് ചെയ്യാം എനിക്കില്ലേ. എൻ്റെ mgനെ എനിക്ക് റിസോൾവ് ചെയ്യാം. സോ റിസോൾവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും യെസ് നേരെ താഴോട്ടൊന്ന് കിട്ടും. ദെൻ ഓക്കെ സെറ്റാണോ? സെറ്റ്. നിങ്ങൾ ഈ ഒരു ആംഗിൾ ഒന്ന് നോക്കി. നിങ്ങൾ ഈ ഒരു ട്രയാംഗിൾ പരിഗണിക്കുക. ഏത് ട്രയാംഗിൾ? ഈ ഒരു ട്രയാംഗിൾ പരിഗണിക്കുക. ഓക്കെ, ഈ ട്രയാംഗിൾ പരിഗണിക്കുക. നിങ്ങൾ ഈ ട്രയാംഗിൾ പരിഗണിക്കുന്ന സമയത്ത് ഇത് തീറ്റയാണ്, ഇത് 90 ആണെങ്കിൽ ഇതെന്തായിരിക്കും യെസ് 90 മൈനസ് തീറ്റ ആയിരിക്കും അല്ലേ. 90 മൈനസ് തീറ്റ ആയിരിക്കും ആണല്ലോ. നോക്കിക്കല്ലോ ഈ ഒരു ട്രയാംഗിൾ പരിഗണിക്കുന്ന സമയത്ത് ഇതെന്താണ് 90 ആണ്, ഇത് തീറ്റയും ഇതെന്താണ് 19 മൈനസ് തീറ്റ ആയിരിക്കും. ഇനി ഒക്കെ പോട്ടെ. ഇനി ഇതെന്താണ് ഇത് രണ്ടും തമ്മിൽ എന്താണ് 19 ആണല്ലോ. 19 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ ഇതെന്തായിരിക്കും തീറ്റ ആയിരിക്കില്ലേ. 90 മൈനസ് തീറ്റ എന്താണ് തീറ്റ ആയിരിക്കും അല്ലേ. ഇതെന്തായിരിക്കും തീറ്റ ആയിരിക്കും. ദാറ്റ് ഈസ് നമുക്ക് ഈ ആംഗിൾ എന്ത് കിട്ടി ഈ ആംഗിൾ എന്തിട്ടി തീറ്റ എന്ന് കിട്ടി. ഓക്കെ, തീറ്റയാകുന്ന സമയത്തും ഇത് തീറ്റ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞതാ. ഈ തീറ്റയുടെ അടുത്തുള്ള ആരാണ് കമ്പോണന്റ് എന്താണ് യെസ് mg കോസ് തീറ്റ അല്ലേ. തീറ്റയ്ക്ക് അടുത്തുള്ള ആളാണ് ആര് mg കോസ് തീറ്റ. ഇതെന്താണ് യെസ് ഓപ്പോസിറ്റ് ഉള്ള ആളാണ് ആര് mg സൈൻ തീറ്റ. ഈ സൈൻ തീറ്റ ആയിരിക്കും എന്ത് ഒരു ഒബ്ജക്റ്റിന് താഴോട്ട് എന്തായിരിക്കുന്നത് താഴോട്ട് വലിക്കുന്നത്. ഇതിന് ഓപ്പോസിറ്റ് ആരുണ്ടാവും യെസ് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും അല്ലേ. ഓപ്പോസിറ്റ് ആരുണ്ടാവും നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഇതാണ് ഈ പിക്ചർ. ഓക്കെ, ഈ ചിത്രം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. mg സൈൻ തീറ്റ mg കോസ് തീറ്റ ഒക്കെ എങ്ങനെയാണ് വന്നത്, ഇവിടെ തീറ്റ എങ്ങനെയാണ് വന്നത് എന്നൊക്കെ. ഓക്കെ, ഈ mg സൈൻ തീറ്റ ആണ് നമ്മുടെ താഴോട്ട് വലിക്കുന്ന ആൾ. ഇതിന് ഓപ്പോസിറ്റ് ആരുണ്ടാവും നമ്മുടെ fs. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഇതിൻ്റെ വെയിറ്റ് താഴോട്ടുണ്ട്, ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്. ആ mgനെ ഞാൻ എന്താക്കണം രണ്ട് കമ്പോണന്റ് ആക്കുന്ന സമയത്ത് mg സൈൻ തീറ്റയും കിട്ടും mg കോസ് തീറ്റയും കിട്ടും. ഓക്കെ, നോക്കൂ. ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബ്ലോക്ക് ഓഫ് മാസ് m when it just begins to slides are അല്ലേ. ഇതിലേക്ക് ജസ്റ്റ് സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആരൊക്കെ ആയിരിക്കും ദ വെയിറ്റ് mg അല്ലേ. mg താഴോട്ടേക്ക് എന്താണ് വെയിറ്റ് mg ആക്ട് ചെയ്യും. ദെൻ നോർമൽ ഫോഴ്സ് n മേളോട്ട് എന്താണ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആര് ആക്ട് ചെയ്യും യെസ് ദ ഫോഴ്സ് n ആക്ട് ചെയ്യും. ദെൻ എന്താണ് ഇക്വിലിബ്രിയം, നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷനൊക്കെ പറഞ്ഞതാണ്. ഇക്വിലിബ്രിയം പൊസിഷനിൽ എന്താണ് ടോട്ടൽ ഫോഴ്സ് ഒരു സിസ്റ്റത്തിലേക്ക് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കണം 0 ആയിരിക്കണം. നമുക്കറിയാം അല്ലേ 0 ആയിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. ഇൻ ഇക്വിലിബ്രിയം ദ റിസൾട്ടന്റ് ഓഫ് ദീസ് ഫോഴ്സ് മസ്റ്റ് ബി 0. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ആ സിസ്റ്റത്തിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കണം മസ്റ്റ് ബി 0 ആയിരിക്കണം. അവയുടെ റിസൾട്ടന്റ് എന്തായിരിക്കണം 0 ആയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ നോക്കിയേ ഇവിടെ ഓക്കെ നിങ്ങൾ നോക്കൂ. ഇവിടെ എന്താണ് യെസ് എൻ്റെ mg എന്താണ് സെയിം ലൈനിലാണ്. സോ എനിക്ക് എന്ത് പറയാൻ പറ്റും എന്നും mg കോസ് തീറ്റ എന്താണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ. എന്നും mg കോസ് തീറ്റ എന്താണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെയാണെന്ത് എൻ്റെ mg സൈൻ തീറ്റയും fsഉം സെയിം ലൈനിലാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം fs is equal to
എം ജി സൈൻ തീറ്റ ആണെന്ന് പറയാൻ പറ്റും. ആണല്ലോ, എൻ ഇസ് ഈക്വൽ ടു എം ജി കോസ് തീറ്റ ആണെന്നും എഫ് എസ് ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ ആണെന്നും എനിക്ക് പറയാം. നിങ്ങൾ നോക്കിയാൽ എന്താണ് എഫ് എസ്, എന്താണ് എൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്? യെസ്, മ്യൂലെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു നോർമൽ റിയാക്ഷൻ ആണെന്ത് എൻ്റെ മ്യൂ എസ് അല്ലേ. ഈ എഫ് എസിന്റെ വരെ ഞാൻ എന്താക്കാണ് മ്യൂ എൻ എന്ന് എഴുതാണ് ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ. ഓക്കെ, സെറ്റാണോ? ഇനി അതാണ് ഇവിടെ എഴുതുക. എം ജി സൈൻ തീറ്റയും എന്താണ് എഫ് എസും എന്തായിരിക്കും? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ എടുത്തു എം ജി കോസ് തീറ്റയും എൻ്റെ നോർമൽ റിയാക്ഷൻ എന്തായിരിക്കും? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. എം ജി സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് എസ് മാക്സ് എന്ന് പറയുന്നത് മ്യൂ എസ് എൻ ആണ്. മ്യൂ എസ് എന്നിന് ഈക്വൽ ആണ് എഫ് എസ് മാക്സിമം എന്ന് പറയുന്നത്. സോ എം ജി സൈൻ തീറ്റയ്ക്ക് പകരം ഇവിടെ എന്താക്കി മ്യൂ എസ് എൻ എന്ന് എഴുതി. നേരത്തെ ഞാൻ ഇവിടെ എഴുതിയ സെയിം സ്റ്റെപ്പ് അവിടെ എഴുതി. നെക്സ്റ്റ് ഇതിനെന്താണ് ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇതെന്താണ് എം ജി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്നിന് ഞാൻ എന്താക്കി ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇനി എന്താക്കണം? ഒന്നും ചെയ്യുന്നില്ല, 1 ഡിവൈഡഡ് ബൈ 2. ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനെ കൂടി ഞാൻ അങ്ങ് ഹരിക്കുകയാണ്. ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു എടാ? യെസ്, മ്യൂ എൻ ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എന്താണ്? യെസ്, നോർമൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആണ്? എം ജി കോസ് തീറ്റയ്ക്കും ഈക്വൽ ആണ്. എന്നും എൻ്റെ എന്താണ്? യെസ്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ എന്താണ്? എം ജി കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇനി ബാക്കി എന്താണുള്ളത്? മ്യൂ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. മ്യൂ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്? യെസ്, മ്യൂ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് കിട്ടും. മ്യൂ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. കണ്ടില്ലേ? മ്യൂ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. എസ് നിങ്ങൾ കണക്കാക്കണമെന്നില്ല. ഓക്കെ, മ്യൂ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ എന്താണ്? തീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് ഓഫ് മ്യൂ. ടാൻ ഇൻവേഴ്സ് ഓഫ് മ്യൂ ആണോ? തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് മ്യൂ. ഓക്കെ, തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് മ്യൂ. എന്താണ് അർത്ഥമാക്കുന്നത്? ദിസ് ആംഗിൾ, അതായത് തീറ്റ, ദിസ് ആംഗിൾ whose tangent gives the coefficient of friction is called angle of friction. Okay, എന്താണ്? This angle whose tangent gives the coefficient of friction. അല്ലേ, ഈ ആംഗിൾ എന്താണ്? നമുക്ക് എന്ത് തരും? coefficient of friction തരും. is called angle of friction. ഈ തീറ്റ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആയാലും ആംഗിൾ ഓഫ് റീപോസ് ആയാലും അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒക്കെ എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇത് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്കൊന്നും കൂടി നോക്കാമൊന്നുമില്ല. ഒന്നും മനസ്സിലാവാത്ത ആൾക്കാർ നല്ലോണം ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, മനസ്സിലാവുന്ന ആൾക്കാർക്ക് ഒരു റിവിഷൻ പോലെ ആയിക്കോട്ടെ. നോക്കൂ എന്താണ് എൻ്റെ ഒരു ബോഡി. ദിസ് ഈസ് മൈ ഇൻക്ലൈൻഡ് സർഫസ്. എന്താണ്? സം തീറ്റ ആംഗിൾ ആണത് എൻ്റെ ഇൻക്ലിനേഷൻ ഉള്ളത്. എന്താണ്? ഒരു ബോഡീനെ ഞാനിവിടെ എന്താണ് സർഫസിൽ പ്ലേസ് ചെയ്തു. ഒരു ബോഡീനെ പ്ലേസ് ചെയ്തു. നമുക്കറിയാം എന്താണ് ബോഡീനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ ബോഡിക്ക് എന്താണ്? താഴോട്ടേക്ക് എന്താണ്? ഒരു വെയിറ്റ് ഉണ്ടാവും. നമുക്കറിയാം അല്ലേ? ബോഡിക്ക് എന്താണ്? ഒബ്വിയസ് ആയിട്ടും താഴോട്ടൊരു വെയിറ്റ് ഉണ്ടാവും. അതാണെന്ത് എൻ്റെ എം ജി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മൈ എം ജി ആണല്ലോ. അതാണ് എൻ്റെ എം ജി. ഇനി എന്താ അറിയാം എനിക്ക്? ഈ സർഫസിന് നോർമലായിട്ട് ആരുണ്ടാവും? യെസ്, പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റെ നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. ഈ എം ജി എന്താണ്? യെസ്, ചരിഞ്ഞിട്ടല്ലേ ഉള്ളത്. ചരിഞ്ഞ ഒരാളെ നമുക്ക് എന്താക്കാം? റിസൾട്ടൻ്റ് ആക്കിയിട്ട് 2 കമ്പോണൻ്റ് ആക്കി മാറ്റാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഷൻ്റെ പ്ലെയിനിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഈ എം ജിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, 2 കമ്പോണൻ്റ് ആക്കി മാറ്റാൻ പറ്റില്ലേ? ഒന്നെന്താണ്? നേരെ താഴോട്ടും ഈ ഭാഗത്തേക്ക്. നെക്സ്റ്റ് നമുക്ക് ഏതാണ് എം ജി കോസ് തീറ്റ, എം ജി സൈൻ തീറ്റ എന്ന് കണ്ടുപിടിക്കണം. അതിന് ഞാനിവിടെ എന്താ ചെയ്യുന്നത്? നിങ്ങൾ നോക്കിക്കോളൂ. ഈ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഞാൻ വരയ്ക്കുന്ന പാത്തിലൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് തീറ്റയാണെങ്കിൽ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ എൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ ഇതെന്തായിരിക്കും? ഓക്കെ, ഈ ആംഗിൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ട്രയാങ്കിൾ ശ്രദ്ധിക്കുക.
ഇതെന്താണ്? ഇതെൻ്റെ തീറ്റയാണെങ്കിൽ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇതെന്തായിരിക്കും? എൻ്റെ 90 മൈനസ് തീറ്റ ആയിരിക്കുമല്ലോ, ആയിരിക്കില്ലേ? ഇതൊരു 90 മൈനസ് തീറ്റ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എന്താണെടാ? ഈ രണ്ട് ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 90 മൈനസ് തീറ്റ ഇത് വന്നാൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഒബ്വിയസ് ആയിട്ടും തീറ്റ ആയിരിക്കില്ലേ? ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. തീറ്റ ആയിരിക്കില്ലേ? ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടി? ഈ ആംഗിളാണ് തീറ്റ എന്ന് കിട്ടി. ഓക്കെ, ഈ ആംഗിളാണ് തീറ്റ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ തീറ്റയ്ക്ക് അടുത്തുള്ള ആളാണ് ആര്? യെസ്, mg cos തീറ്റ അല്ലേ? ഓപ്പോസിറ്റുള്ള ആരായിരിക്കും? mg sin തീറ്റ ആയിരിക്കും. അങ്ങനെ നമുക്ക് mg cos തീറ്റ ആരാണ്, mg sin തീറ്റ ആരാണെന്ന് കിട്ടി. എന്താണ് നമുക്കറിയാം? എന്ത്? ഒരു റിസൾട്ടന്റിലേക്ക് ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് ഒക്കെ 0 ആണെങ്കിലായിരിക്കും എന്ത്? ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലായിരിക്കുകയാണ്. സിസ്റ്റം എന്താണ്? ഇക്വിലിബ്രിയത്തിലാണ്. അതുകൊണ്ടാണ് ഇത് മൂവ് ചെയ്യാത്തത് അല്ലേ? ഈ mg sin തീറ്റയാണ് ഇതിനെ താഴോട്ട് പുള്ളി ചെയ്യുന്ന ആള്. പക്ഷേ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആരുണ്ട്? യെസ്, നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ്. അതുകൊണ്ടാണ് ഇത് മൂവ് ചെയ്യാത്തത്. ഇനി എന്താണ് നിങ്ങൾ നോക്കിയേ, ഈ എൻ്റെ നോർമൽ റിയാക്ഷൻമെന്റ് mg cos തീറ്റ എന്താണ്? സെയിം ലൈനിലാണ്. സോ എന്താണ്? n is equal to mg cos തീറ്റ ആണെന്ന് എഴുതാൻ പറ്റും. ഈക്വലും ഓപ്പോസിറ്റും ആണ്. അതേപോലെ തന്നെ ആരുണ്ട്? യെസ്, എഫ്എസും mg sin തീറ്റ എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ fs is equal to mg sin തീറ്റ. ഓക്കെ, mg sin തീറ്റ. fs എന്താണ്? fs is equal to എന്താണെന്ന് എനിക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് is equal to യെസ് mu അല്ലേ? mu n ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് is equal to mu n ആണ്. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻറ്റു ആരാണ്? യെസ്, നോർമൽ റിയാക്ഷൻ ആണെന്ന് എനിക്കറിയാം. സോ എൻ്റെ എഫിന് പകരം ഞാൻ പോയിട്ട് mu n എന്ന് കൊടുക്കുകയാണ്. mu n is equal to mg sin തീറ്റ. mg sin തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ഇനി ഞാൻ പോയിട്ട് ഇതിന് 1ഉം ഇതിന് 2 കൊടുത്താലും യാതൊരു കുഴപ്പമില്ല. 2/1 എന്ന് വരുന്നു മാത്രം. ഇനി എന്താക്കുകയാണ്? 1/2 ചെയ്യാണ്. ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ച് ഞാൻ എന്താക്കാണ്? ഹരിക്കാൻ പോവുകയാണ്. സോ നിങ്ങൾ നോക്കിയാൽ എന്താണ് സംഭവിക്കുന്നത്? സോ mu n divided by n is equal to mg sin theta divided by mg cos theta ആണല്ലോ, സെറ്റാണല്ലോ. എൻ്റെ എന്നും എന്തായി? കട്ടായി. അതേപോലെ തന്നെ ഈ mgയും കട്ടായി. ഇതോ ബാക്കി എന്ത് കിട്ടി? സോ mu is equal to sin theta divided by cos theta. sin theta divided by cos theta എന്താണെന്ന് അറിയാം നമുക്ക്? tan theta ആണെന്ന് അറിയാം അല്ലേ? സോ mu is equal to tan theta എന്ന് എനിക്ക് കിട്ടി. mu is equal to tan theta എന്ന് കിട്ടി. ഈ theta is equal to tan inverse of mu എന്ന് കിട്ടും. അതായത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആംഗിൾ ഓഫ് റിപ്പോസ് ഓർ ആംഗിൾ ഓഫ് എന്തിന്റെ ഫ്രിക്ഷന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ അർത്ഥം. കത്തിയോ? എല്ലാവർക്കും കത്തിയോ? ഇതാണ് ബോഡി ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഓക്കെ, ഹൊറിസോണ്ടൽ പ്ലെയിനിലാണെങ്കിലാണ് എന്ത്? എൻ്റെ mg താഴോട്ടുണ്ടെങ്കിൽ ഇതിന് നേരെ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ആരുണ്ടാവും? നോർമൽ റിയാക്ഷൻ ഉണ്ടാവുള്ളൂ. ഇത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ഇൻക്ലൈൻഡ് പ്ലെയിനിൽ എന്തായിരിക്കും? ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. mg താഴോട്ടാണെങ്കിൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആരുണ്ടാവുക? എൻ്റെ നോർമൽ റിയാക്ഷൻ ഉണ്ടാവുക. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സോ ക്ലിയർ ആയല്ലോ ബോഡി ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻ എങ്ങനെയാണ് വരുന്നതെന്ന്? ആംഗിൾ ഓഫ് റിപ്പോസ് എന്താന്ന് പറഞ്ഞു? ജസ്റ്റ് എന്താണ് സ്ലൈഡ് ചെയ്ത് തുടങ്ങുന്നത്? ജസ്റ്റ് എന്താണ് മുമ്പുള്ള ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് ഡൗൺ. അതിന് മുമ്പുള്ള എന്താണ്? ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണെന്ത്? ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, NCERT ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ. സി ഫിഗർ 4.11 നിങ്ങൾ കാണുന്ന, ഞാൻ ഒന്ന് കളറിൽ എഴുതാം. ഇതെൻ്റെ നോർമൽ റിയാക്ഷൻ ആണ്. ഇതെന്താണ്? എൻ്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇത് എൻ്റെ mg sin തീറ്റ ആണ്. ഇതിൻ്റെ BO, ദിസ് ഈസ് മൈ തീറ്റ, ദിസ് ഈസ് മൈ A. ഇതെൻ്റെ വെയിറ്റ് താഴോട്ടുണ്ട് mg. ഇവയ്ക്കിടയിൽ ഒരു തീറ്റ ഉണ്ട്. ഇതാണ് mg cos തീറ്റ. കാണുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, നോക്കൂ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ബോഡി ഉണ്ട്. എന്താണ്? താഴോട്ട് mg,
എന്താണ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ റിയാക്ഷൻ ഈ എം ജിനെ റിസോൾവ് ചെയ്യുന്ന സമയത്ത് എം ജി കോസ് തീറ്റയും എം ജി സൈൻ തീറ്റയും കിട്ടുന്നു. എം ജി സൈൻ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ആരുണ്ട്? ഇതിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചു നിങ്ങൾ. എ മാസ് ഓഫ് 4 കിലോഗ്രാം. ആരാണ്? 4 കിലോഗ്രാം ആണ് എന്റെ മാസ്. മാസ് ഈക്വൽ ടു 4 കിലോഗ്രാം റെസ്റ്റ് ഓൺ എ എവിടെയാണ്? ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എന്താണ്? റെസ്റ്റിൽ നിൽക്കുകയാണ്. ദ പ്ലെയിൻ ഈസ് ഗ്രാജുവലി ഇൻക്ലൈൻഡ്. എന്താണ്? ദ പ്ലെയിൻ ഈസ് ഗ്രാജുവലി ഇൻക്ലൈൻഡ് അൺടിൽ അറ്റ് ആൻ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. തീറ്റ എന്താണ്? 50 ഡിഗ്രി വരെ എന്താണ് എത്തുന്ന വരെ എന്താക്കി? യെസ്, ഗ്രാജുവലി ഇൻക്ലൈൻ ചെയ്തു വിത്ത് ഹൊറിസോണ്ടൽ അല്ലേ. ദ മാസ് ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ്. മാസ് എന്തായി? യെസ്, സ്ലൈഡ് ചെയ്യാൻ തുടങ്ങി. What is the coefficient of static friction between the block and the surface? ബ്ലോക്കും സർഫസും തമ്മിലുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്? മ്യൂസ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത്രയും വലിയ ക്വസ്റ്റ്യനും ഈ പിക്ചർ കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? നമ്മളിപ്പം പഠിച്ചിട്ടല്ലേ ഉള്ളൂ എടാ. എന്താണ്? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു മ്യൂ ആണ് നമ്മളിപ്പം പഠിച്ചു വെച്ചിട്ടേ ഉള്ളൂ അല്ലേ. ഇപ്പൊ ഒരു ഇൻക്ലൈൻഡ് ബോഡി എന്താണ് താഴോട്ട് ഇറങ്ങുന്ന സന്ദർഭത്തിൽ തീറ്റ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് മ്യൂ കണ്ടെത്താൻ, ഓർ മ്യൂ തന്നിട്ടുണ്ട് അതിൽ നിന്ന് തീറ്റ കണ്ടെത്താൻ പറഞ്ഞാൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുന്ന പറഞ്ഞു? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു മ്യൂ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാൻ നമ്മളിപ്പം പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. സോ നമുക്ക് എന്താണ് എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റൂലേ. എന്താണ് ടാൻ തീറ്റ? ടാൻ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? ആംഗിൾ എത്രയാണ്? 50 ഇസ് ഈക്വൽ ടു മ്യൂ. സോ മ്യൂ ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? ടാൻ 50 എത്രയാണ് നിങ്ങൾ നോക്കിയേ. എത്രയാണ്? 0.27 ഡിഗ്രി. കിട്ടിയോ നിങ്ങൾക്ക്? കിട്ടിയോ? എന്താണ്? മ്യൂ ഇസ് ഈക്വൽ ടു 0.27. ഓക്കെ, മ്യൂ അല്ലേ. ഓക്കെ, ഒന്നുമില്ല. എന്താണ് ചോദ്യം നല്ലപോലെ വായിച്ചു വന്നപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? യെസ്, ആംഗിൾ തന്നിട്ടുണ്ട്. ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ചോദ്യം എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കണ്ടെത്താണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിച്ചു വെച്ചിട്ടേ ഉള്ളൂ എന്ത് യെസ്, എൻ്റെ ടാൻജന്റ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ടാൻജന്റ് കണ്ടുപിടിച്ച് എനിക്ക് എന്ത് കിട്ടും? എൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കിട്ടും. നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടേ ഉള്ളൂ. സോ അത് വെച്ച് ഞാൻ നേരെ എൻ്റെ തന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. തന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? യെസ്, എൻ്റെ ആകെ തീറ്റ മാത്രം. ആ തീറ്റയുടെ സ്ഥാനത്തേക്ക് ഞാൻ എന്താണ് പുട്ട് ചെയ്ത് കൊടുത്തു. സോ എനിക്ക് എന്ത് കിട്ടി? ടാൻ 15 ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് കിട്ടി. സോ മ്യൂ ഇസ് ഈക്വൽ ടു 0.27. സെറ്റാണോ? അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. സിമ്പിളാണ്, വലിയ വഴിയൊന്നുമില്ല. ആലോചിച്ച് തലപ്പുണ്ടാക്കുക വേണ്ട. സോ എന്താണ്? ഡയറക്റ്റ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കൊടുത്താൽ കിട്ടുന്നതാണ്. സെറ്റാണല്ലോ. ഓക്കെ, നെക്സ്റ്റ്. ഇതും എന്താണ്? NCERT ഒരു പ്രോബ്ലം ആണ്. നോക്കൂ. വാട്ട് ഈസ് ദി ആക്സിലറേഷൻ ഓഫ് ദി ബ്ലോക്ക് ആൻഡ് ട്രോളി സിസ്റ്റം ഷോൺ ഇൻ എ ഫിഗർ 4.12a if the coefficient of kinetic friction between the trolley and the surface is 0.04? What is the tension in the string? Okay, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടെൻഷനും അതേപോലെ തന്നെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആക്സിലറേഷനുമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുമുമ്പ് എന്താണ് ടെൻഷൻ എന്നറിയാമോ നിങ്ങൾക്ക്? ടെൻഷൻ എന്താണ്? നമ്മൾ കോൺടാക്ട് ഫോഴ്സിൽ കണ്ടു ടെൻഷൻ എന്താണെന്ന്. എന്താണ് ടെൻഷൻ പറഞ്ഞേ? ഒന്നുമില്ല, ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നെയാണ്. സ്ട്രിങ്ങിലൊക്കെ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെന്ത്? ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രിങ്ങിലൊക്കെ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെന്ത്? ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ രണ്ട് കയറുകൾ വലിച്ചു പിടിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുക ആരാണ്? ടെൻഷനാണ്. ഓക്കെ, അവിടെ ടെൻഷനാണ് ഉണ്ടാവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തൽക്കാലം മനസ്സിലാക്കി വെക്കുക. ടെൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നെയാണ്. എവിടെ ഉണ്ടാവുന്നതാണ്? സ്ട്രിങ്ങിലൊക്കെ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെന്ത്? ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനിയിപ്പം വേറൊന്ന് സിമ്പിളായിട്ടൊന്ന് പറയുകയാണെങ്കിൽ ഇതെന്താണ്? എൻ്റെ ഇതിലേക്കൊരു ഞാനൊരു കയറിൽ എന്താണ് ഒരു മാസ് ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 2 കിലോഗ്രാം ആണെന്ന് വിചാരിച്ചു. 2 കിലോഗ്രാമിന് മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ടെൻഷൻ എത്രയാണെന്നാണ് ചോദിച്ചാൽ നമ്മളെന്താണ്? എപ്പോഴും ടെൻഷൻ എന്താണ്? മാസിന്ന് ദൂരോട്ട് അകന്നിട്ടായിരിക്കും പോവുക. എപ്പോഴും ടെൻഷൻ എന്താണ്? യെസ്, മാസിന്ന് ദൂരോട്ട് അകന്നിട്ടായിരിക്കും പോവുക. സോ ഈ ഡയറക്ഷനിലേക്കായിരിക്കും എൻ്റെ ടെൻഷൻ ഉണ്ടാവുക. ടെൻഷൻ എനിക്ക് എന്തറിയാം? യെസ്, എൻ്റെ താഴോട്ട് എന്താണ്? എനിക്കൊരു വെയിറ്റ് ഉണ്ടെന്ന് എനിക്കറിയാം.
mg അല്ലേ. മാസ് എന്താണ്? മാസ് ഇസ് ഈക്വൽ ടു 2 കിലോഗ്രാം ആണ്. ജി എന്താണ്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ആണെങ്കിൽ എൻ്റെ ഇവിടെ ഉണ്ടാവുന്ന എൻ്റെ വെയിറ്റ് എത്രയായിരിക്കും? 20 അല്ലേ. 20 ആയിരിക്കും. സോ എൻ്റെ ടെൻഷൻ എത്ര ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്? 20 ആയിരിക്കും. കാരണം എന്താണ്? ഇവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഇതാണ് എന്ത് ബേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, എന്താണ് ഇവിടെ ഉള്ളത്? യെസ്, തന്നിരിക്കുന്ന കാര്യം ഒന്ന് 20 കിലോഗ്രാം എന്താണ് ഒരു എഫ് കെ ഉണ്ട്. യെസ്, ഒരു ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടത്തേക്ക് ഒരു ടെൻഷൻ 3 കിലോഗ്രാം. ഇതാണ് എന്ത് വെയിറ്റ് ആണ്. 30 ന്യൂട്ടൺ ആണിത്. ഇതാണ് ടെൻഷൻ ഡബ്ല്യു. 30 ന്യൂട്ടൺ ഉണ്ട്. ഡബ്ല്യു എഫ് കെ ടി. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്നത്. എന്താണ്? ഒരു ട്രോളി ഉണ്ട്. ഇവിടെ എന്താണ്? ഒരു ട്രോളി ഉണ്ട്. ട്രോളി എന്താണ്? ഒരു സ്ട്രിങ് വെച്ചിട്ട് ഒരു പുള്ളിയിൽ ബന്ധിപ്പിച്ചത്. ഇതാണെന്ത്? പുള്ളി. ഓക്കെ, പുള്ളിയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിൽ എന്താണ്? താഴോട്ട് ഒരു സ്ട്രിങ് ഉണ്ട്. അതിനുശേഷം എന്താണ്? ഒരു ബ്ലോക്കിലേക്ക് 3 കിലോഗ്രാം ഉള്ള ഒരു ബ്ലോക്കിലേക്ക് അതിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ആക്സിലറേഷൻ? എന്താണ്? അതേപോലെ തന്നെ ടെൻഷൻ എന്താണ്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായ? എന്തിൻ്റെ? ഒരു ബ്ലോക്ക് ഉണ്ട്, സോറി ട്രോളി ഉണ്ട്. അതിനെന്താണ്? ഒരു സ്ട്രിങ്ങിലൂടെ ഒരു പുള്ളിയായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആ ബ്ലോക്ക് എന്താണ്? ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കും എന്താണ്? ഒരു സ്ട്രിങ്ങിലായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, നോക്കൂ, നമുക്കറിയാം എന്താണ്? സ്ട്രിങ്ങിൽ താഴോട്ട് എന്താണ്? ബ്ലോക്കിൽ എന്താണ്? താഴോട്ട് എന്തുണ്ടാവും? എന്താണ്? ഒരു വെയിറ്റ് അനുഭവപ്പെടും അല്ലേ. ആ വെയിറ്റ് ആണെന്ത്? 30 ന്യൂട്ടൺ എന്ന് പറയുന്നത്. എങ്ങനെയാണ് 30 ന്യൂട്ടൺ കിട്ടിയത്? യെസ്, വെയിറ്റ് ഇസ് ഈക്വൽ ടു mg ആണ്. മാസ് ഇൻറ്റു ജി ആണെന്ന് എനിക്കറിയാം. സോ ഇവിടുത്തെ മാസ് എത്രയാണ്? 3 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. സോ 3 ഇൻറ്റു ജി എന്താണ്? 10 ആണ്. സോ 30 ന്യൂട്ടൺ. അങ്ങനെയാണ് ഇവിടുത്തെ എന്ത് കിട്ടിയത്? എൻ്റെ 30 ന്യൂട്ടൺ കിട്ടിയത്. മനസ്സിലായോ? 30 ന്യൂട്ടൺ എങ്ങനെയാണ് കിട്ടിയതെന്ന്? ഇനി നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം അല്ലേ. ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? പറഞ്ഞേ നിങ്ങൾ. എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ ചിത്രം നല്ലപോലെ അനലൈസ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് എന്നിട്ട് എന്താക്കണം? ന്യൂട്ടൺ സെക്കൻഡ് ലോ നമുക്കറിയാം. ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം, അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, എന്താണെന്ന് എനിക്കറിയാം. എഫ് ഇസ് ഈക്വൽ ടു എം എ. എഫ് നെറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? എം എ ആണെന്ന് എനിക്കറിയാം. എഫ് നെറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? എം എ ആണെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം നിങ്ങൾ നോക്കിയേ. ഈ സിസ്റ്റത്തിനെ മൊത്തമായിട്ടൊരു സിസ്റ്റമായിട്ട് ഞാൻ പരിഗണിക്കുകയാണ്. ഈ സിസ്റ്റം മൊത്തമായിട്ട് പരിഗണിക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ എന്താണ്? ഇതിലേക്ക് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? സിസ്റ്റത്തിനെ മൊത്തമായിട്ട് പരിഗണിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ഈ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞേ. യെസ്, ഇങ്ങോട്ടേക്ക് ഒരു 30 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്? ഇങ്ങോട്ടേക്ക് എന്താണ്? എൻ്റെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ നെറ്റ് ഫോഴ്സ് ആ ടോട്ടലായിട്ട് പരിഗണിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 30 മൈനസ് എഫ് കെ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഞാൻ 30 മൈനസ് എന്ന് എഴുതിയത്? കാരണം 30 ന്യൂട്ടൺ ആണ് വലുതല്ലേ. കാരണം എന്താണ്? ഞാൻ ഇത് താഴോട്ട് വരുന്നുണ്ടല്ലേ. ഇത് താഴോട്ട് വലിക്കുന്ന സമയത്തും ഈ പുള്ളി എന്താണ്? സോറി, ഈ ട്രോളി എന്താണ്? ഇങ്ങോട്ടേക്ക് നീങ്ങുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ 30 ന്യൂട്ടൺ മൈനസ് എഫ് കെ എന്ന് എഴുതിയത്. ഓക്കെ, കാരണം എഫ് കെ ആണെന്ത് ഇവിടെ വലുത്. എനിക്ക് എന്തറിയാം? പറഞ്ഞേ. എഫ് കെ എന്താണ്? എഫ് കെ ഇസിക്കൽ എഫ് നെറ്റ് കേട്ടോ. എഫ് കെ എന്താണ്? നിങ്ങൾ പറഞ്ഞേ. എഫ് കെ എന്താണ്? യെസ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു അല്ലേ. എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സോറി കൈനറ്റിക് ഫ്രിക്ഷൻ. കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഇൻറ്റു നോർമൽ റിയാക്ഷൻ ആണെന്ന് അറിയാലോ. നോർമൽ റിയാക്ഷൻ എന്താണെടാ? നോർമൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു എം ജി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നോർമൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു എം ജി ആണ്. സോ ഇവിടുത്തെ എം എന്താണ്? മാസ് എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾ. മാസ് എന്താണ് ഇവിടുത്തെ? ഇവിടെ നോർമൽ റിയാക്ഷൻ ഇല്ല. സോ ഇവിടെയാണ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇത് താഴോട്ട് വെയിറ്റ് ഉണ്ടാവും. സോ ഇതിലേക്കാണ് എന്ത്? നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുക. എന്താണ് ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ? വെയിറ്റ് എത്രയാണ്? 20 കിലോഗ്രാം ആണ്. ജി എന്താണ്? 10 ആണ്. സോ
20 × 10 is equal to 200 ന്യൂട്ടൺ ആണ് എൻ്റെ ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ FK is equal to എന്തെടുത്തും നോർമൽ റിയാക്ഷൻ വരെ ഞാൻ mg എന്ന് എടുത്തു അല്ലേ. എന്താണ് നോർമൽ റിയാക്ഷൻ വരെ ഞാൻ എന്താക്കി mg എന്ന് എടുത്തു. ഇനി നേരെ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. mgയുടെ വാല്യൂ ഞാൻ കണ്ടുപിടിച്ചു 200 ന്യൂട്ടൺ ആണെന്ന് എനിക്കറിയാം. ഇനി എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ തന്നിട്ടുണ്ടല്ലോ നമുക്ക്. ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ട്രോളി ആൻഡ് സർഫസ് ഇസ് 0.04 തന്നിട്ടുണ്ട്. 0.04 ആണ് തന്നിട്ടുണ്ട്. നോക്കിയേ നമ്മൾ കൊടുക്കൂ 0.04 × mg എത്രയാണ് 200 ആണെന്ന് തന്നിട്ടുണ്ട്. എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് അല്ലേ 8 അല്ലേ 8. ഇത് എന്താക്കാണ് നേരെ പോയിട്ട് ഞാൻ ഇതിൽ കൊടുക്കുകയാണ്. 30 മൈനസ് FK is equal to Fnet ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 30 മൈനസ് എൻ്റെ FK എന്ത് കിട്ടി 8 എന്ന് കിട്ടിയില്ലേ നമുക്ക്. സോ 30 മൈനസ് F is equal to എന്ത് കിട്ടി എൻ്റെ Fnet എന്ന് കിട്ടി. ഈ ഇക്വേഷനിലേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. 30 മൈനസ് FK is equal to Fnet ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എൻ്റെ FK ഞാൻ എന്താക്കിയാണ് FK കണ്ടുപിടിച്ചു 8 എന്ന് കിട്ടി. സോ ഈ FKക്ക് പകരം ഞാൻ എന്താക്കിയാണ് ഈ 8 കൊടുത്തു. സോ 30 മൈനസ് 8 is equal to Fnet. 30 മൈനസ് 8 മീൻസ് എത്രയാണ് 22 അല്ലേ 22 is equal to Fnet. ഓക്കെ 22 is equal to Fnet എന്ന് കിട്ടി. എന്തറിയാം Fnet is equal to എന്താണോടാ Fnet is equal to എന്താണ് പറഞ്ഞേ MA അല്ലേ. അതല്ലേ നമ്മളിവിടെ നേരത്തെ എഴുതി വെച്ചത്. ഫോഴ്സ് is equal to ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം MA ആണെന്ന്. സോ Fnet is equal to MA ആണെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമല്ലേ. ഇതിൽ നിന്ന് ആക്സലറേഷൻ A is equal to എന്ത് കിട്ടും Fnet ഡിവൈഡഡ് ബൈ M. എന്താണ് ഇവിടെ ടോട്ടൽ മാസ് അല്ലേടാ അത്. ടോട്ടൽ മാസ് ആണല്ലേ ടോട്ടൽ മാസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിലെ ടോട്ടൽ മാസ് എന്താണ് യെസ് ഒരു 20 കിലോഗ്രാം ഉണ്ട്. അതേപോലെ തന്നെ 3 കിലോഗ്രാം ഉണ്ട്. സോ 20 + 3 എത്രയാണ് ടോട്ടൽ മാസ് എത്രയാണ് 20 + 3 is equal to 23 കിലോഗ്രാം ആണെന്ത് ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ മാസ് എന്ന് പറയുന്നത്. സോ എൻ്റെ ആക്സലറേഷൻ is equal to നെറ്റ് ഫോഴ്സ് നമ്മൾ എത്ര കിട്ടി 22 കിട്ടി. 22 ഡിവൈഡഡ് ബൈ മാസ് ടോട്ടൽ മാസ് 23 ആണ്. 23 എത്രയാണ് 22 ഡിവൈഡ് ബൈ 23 നോക്കിയേ 0.96 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 0.96 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ത് എൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ എൻ്റെ ആക്സിലറേഷൻ is equal to 0.96 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കത്തിയോടെ ഒന്നും കൂടി പറഞ്ഞുതരാം. ഒന്നുമില്ല, നിങ്ങൾ ആദ്യം എന്താണ് ആക്സിലറേഷൻ നമുക്ക് ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ മൊത്ത സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ മൊത്ത സിസ്റ്റമായിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നു. നോക്കിയേ നിങ്ങൾ മൊത്ത സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം ഇതിലെ ടോട്ടൽ നെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് അല്ലേ. Fnet is equal to മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഇവിടുത്തെ Fnet എന്താണ് വരിക യെസ് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ താഴോട്ടേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ താഴോട്ട് ആക്ട് ചെയ്യുന്ന 30 ന്യൂട്ടൺ ആണെന്ത് വലിയ ഫോഴ്സ്. സോ 30 മൈനസ് എന്തെഴുതി FK എന്ന് എഴുതി. 30 മൈനസ് FK എന്ന് എഴുതി is equal to Fnet ആണെന്ന് അറിയാം. എന്താണ് FK is equal to എന്താണ് നമുക്കറിയാം യെസ് കൈനറ്റിക് ഫ്രിക്ഷൻ is equal to കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഇൻറ്റു നോർമൽ റിയാക്ഷൻ ആണെന്ന് അറിയാം. സോ FK is equal to μK × N. നോർമൽ റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ് യെസ് നമ്മുടെ mg ആണല്ലേ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഇവിടെ നോക്കുന്ന സമയത്ത് മാസ് എന്താണ് 20 കിലോഗ്രാം ആണ്. G എന്താണ് 10 ആണെന്ന് പറഞ്ഞിട്ട് സോ 200 ആണ്. സോ നോർമൽ റിയാക്ഷൻ എന്ന് പറയുമ്പം ഈ mgക്ക് എന്താണ് ഈക്വൽ ആയിട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം എന്താണ് ഹൊറിസോണ്ടൽ ആണ്. ഇവിടെ ഹൊറിസോണ്ടൽ ആകുന്ന സമയത്ത് വെയിറ്റും നോർമൽ റിയാക്ഷൻ എന്തായിരിക്കും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. സോ നോർമൽ റിയാക്ഷൻ is equal to 200 ന്യൂട്ടൺ. ഓക്കെ സോ μK എന്താണ് μK നമുക്ക് തന്നിട്ടുണ്ട് 0.04 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നേരെ പോയിട്ട് ഞാൻ ഈ ഇക്വേഷനിലേക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് FKയുടെ വാല്യൂ എനിക്ക് ഇത്ര കിട്ടി 8 എന്ന് എനിക്ക് കിട്ടി. FKയുടെ വാല്യൂ 8 എന്ന് കിട്ടി. ഇനി എന്താണ് വലിയ പ്രയാസം ഉണ്ടോ ഇല്ല. 30 മൈനസ് 8 is equal to Fnet കൊടുത്തു. ഇനി 30 മൈനസ് 8 എന്ന് വെച്ചാൽ എന്താണ് 22 ആണ്. സോ is equal to Fnet. സോ Fnet is equal to നേരത്തെ ഇക്വേഷൻ MA ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ ഇക്വേഷൻ MA അതിലേക്ക് പുട്ട് ചെയ്തു.
അതിൽ ആക്സിലറേഷൻ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ സിമ്പിളാണ്. A is equal to F net divided by total mass. ടോട്ടൽ മാസ് എന്താണ്? പുള്ളിയുടേത് എന്താണ്? പുള്ളിയല്ല, ബ്ലോക്കിൻ്റെത് 3 മറ്റേ ട്രോളിയുടെ 20, സോ 23 കിലോഗ്രാം. സോ 22 divided by 23 is equal to 0.96 meter per second square. നമുക്ക് എന്ത് കിട്ടി? അങ്ങനെ എന്ത് കിട്ടിയടാ? യെസ്, നമുക്ക് ആക്സിലറേഷൻ നമ്മൾ സുഖമായിട്ട് കണ്ടുപിടിച്ചു. ഈ നെക്സ്റ്റ് എന്താണ്? ടെൻഷൻ കണ്ടുപിടിക്കണം. ടെൻഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ ഒരു ടെൻഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു ടെൻഷൻ ഉണ്ട്, ആണല്ലോ അല്ലേ? ഇതെന്താണ്? ഈ ട്രോളിയുടേതാണ് എന്ത് ഞാൻ സിസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ ട്രോളിയുടേത് മാത്രം കൺസിഡർ ചെയ്യാണ്. സോ നിങ്ങൾ നോക്കിയേ, ട്രോളിയുടേത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഇതാണ് ഞാൻ ഇതിനുള്ള റഫ് ഫിഗർ വരച്ച്. W is equal to എന്തുണ്ട്? യെസ്, എൻ്റെ ട്രോളിയാണിത്. ട്രോളിക്ക് ഇങ്ങോട്ടേക്കാണ് ടെൻഷൻ. നിങ്ങൾ നോക്കിയതാ, ടെൻഷൻ കണ്ടില്ലേ? ഇങ്ങോട്ടേക്കല്ലേ ടെൻഷൻ ഉള്ളത്. സോ ഈ ടെൻഷൻ ഉണ്ട്. നേരെ ഓപ്പോസിറ്റിലേക്ക് എന്തുണ്ട്? യെസ്, എൻ്റെ ആരുണ്ട്? യെസ്, എൻ്റെ കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. ഓക്കെ, ഒന്നുമില്ല, ഈ ട്രോളിയുടെ അതിന് ഞാൻ എന്താക്കിയതാണ്? യെസ്, ഒരു റഫ് ഫിഗർ ആയിട്ട് വരച്ചതാണ്. സോ ട്രോളിയുടെ വെയിറ്റ്, ഇങ്ങോട്ടേക്ക് കാണുന്നതിൻ്റെ ടെൻഷൻ ഉള്ളത്, ഇങ്ങോട്ടേക്ക് കാണുന്നത് എൻ്റെ കൈനറ്റിക് ഫ്രിക്ഷൻ ഉള്ളത്. ഇനി എന്താക്കണം? ഈ ട്രോളിനെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. സോ ഇവിടെ ഉണ്ടാവുന്ന എഫ് നെറ്റ് എന്തായിരിക്കും? ഇവിടെ ഇപ്പോൾ എഴുതും, ഞാൻ മയക്കുകയാണേ, ഞാൻ മയച്ചോട്ടെ. എഫ് നെറ്റ് ആണ്. സോ എൻ്റെ ട്രോളിയുടെ എഫ് നെറ്റ് എന്താണെന്ന് നിങ്ങൾ നോക്കിയാൽ എന്താണ് പറഞ്ഞേ? എഫ് നെറ്റ് ഇസ് ഈക്വൽ ടു MA ആണ് നമ്മൾ എഴുതി. ട്രോളിയുടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും T ഇൻറ്റു FK സെയിം ഇതിലാണ്. സോ മൈനസ് ആണ്. സോ ഇവിടെ ഇതല്ലായിരുന്നു, T മൈനസ് FK ആണെന്ത് ഇവിടുത്തെ എഫ് നെറ്റ് എന്ന് പറയുന്നത് അല്ലേ? T മൈനസ് FK അല്ലേ ഇവിടുത്തെ എഫ് നെറ്റ്. സോ ഇസ് ഈക്വൽ ടു MA. എഫ് നെറ്റ് ഇസ് ഈക്വൽ ടു അതാണല്ലോ. സോ T മൈനസ് FK ഇസ് ഈക്വൽ ടു MA എന്ന് വരും. T മൈനസ് FK നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. എന്തായിരുന്നു FK? നമ്മൾ 8 ആണ് കിട്ടിയത്. സോ T മൈനസ് 8 ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. എത്രയാണ് ഇവിടുത്തെ മാസ്? 20 ഇൻറ്റു A എന്താണ്? നമ്മൾ നേരത്തെ കണ്ടെത്തിയില്ലേ? ആക്സിലറേഷൻ എന്തായിരുന്നു? 0.96 നമ്മൾ കണ്ടെത്തി. സോ 20 ഇൻറ്റു 0.96, ഈ 8 ഞാൻ ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? 20 ഇൻറ്റു 0.96. സോ 8 ഞാൻ ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് 20 ഇൻറ്റു 0.96 ഇൻറ്റു എന്ത് കിട്ടും? -8 ഇങ്ങോട്ട് പോകുന്ന സമയത്ത് +8 ആയിട്ട് മാറും. ആൻസർ എത്ര കിട്ടും നോക്കിയാൽ നിങ്ങൾ? എത്രയാണ്? 27.1 ന്യൂട്ടൺ. എന്താണ്? 27.1 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, എങ്ങനെയാണ് മനസ്സിലായത് നിങ്ങൾക്ക്? ഇതാണ് നമ്മൾ ആക്സിലറേഷൻ നമ്മൾ കണ്ടെത്തി. ടെൻഷനാണ് കണ്ടെത്തേണ്ടത്. ടെൻഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ ആരെയാണ് പരിഗണിച്ചത്? യെസ്, ഈ ട്രോളിനെയാണ് ഞാൻ പരിഗണിച്ചത്. ഓക്കെ, ഈ ട്രോളിനെയാണ് ഞാൻ പരിഗണിച്ചത്. എന്തിനു വേണ്ടി? ടെൻഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ട്രോളിനെയാണ് പരിഗണിച്ചത്. എന്താണ് നമ്മൾ കണ്ടെത്തേണ്ടത്? എഫ് നെറ്റ്. ആ ട്രോളിയുടെ എഫ് നെറ്റ് ടോട്ടൽ മാസ് എന്താണ്? MA ആണ്. കാരണം എന്താണ്? യെസ്, ദിസ് ഈസ് മൈ ട്രോളി ആണെങ്കിൽ ട്രോളിയുടെ ഇങ്ങോട്ടേക്ക് എന്താണ്? ഒരു ടെൻഷൻ ഉണ്ട്, ഇങ്ങോട്ടേക്ക് എന്താണ്? യെസ്, എൻ്റെ എന്തുണ്ട്? യെസ്, ഫ്രിക്ഷൻ ഉണ്ട്. സോ അതിന് രണ്ടിനും ഒപ്പോസ് ആയിട്ട് കിട്ടും അല്ലേ? ദാറ്റ് ഈസ് എഫ് നെറ്റ് ഇസ് ഈക്വൽ ടു MA എന്ന് കിട്ടും എനിക്ക്. എഫ് നെറ്റ് ഇസ് ഈക്വൽ ടു MA എന്ന് കിട്ടും. ദാറ്റ് ഈസ് T മൈനസ്, ഇവിടെ ആക്ട് ചെയ്യുന്ന എഫ് നെറ്റ് എന്തായിരിക്കും? T മൈനസ് FK അല്ലേ? T മൈനസ് FK ഇസ് ഈക്വൽ ടു MA. ദാറ്റ് ഈസ് FK നമ്മൾ നേരത്തെ കണ്ടെത്തിയതാണ്ടോ? FK നമ്മൾ കണ്ടെത്തിയതാണ് 8 അല്ലേ? സോ FKക്ക് വരെ ഞാൻ എന്ത് കൊടുത്തു? വാല്യൂ ഇട്ട് കൊടുത്തു. സോ T മൈനസ് 8 ഇസ് ഈക്വൽ ടു MA. മാസം എന്താണ്? ട്രോളിയുടെ മാസം എത്രയാണ്? 20 കിലോഗ്രാം ആണ്. സോ 20 ഇൻറ്റു ആക്സിലറേഷൻ നമ്മൾ നേരത്തെ കണ്ടെത്തിയതാണ് 0.96 ആണ്. സോ ഈ ആക്സിലറേഷൻ വരെ ഞാൻ എന്ത് കൊടുത്തു? 0.96 എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് T മൈനസ് 8 ഇസ് ഈക്വൽ ടു 20 ഇൻറ്റു 0.96. ഈ -8 ഞാൻ ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? +8 ആയിട്ട് മാറും അല്ലേ? ദാറ്റ് ഈസ് ടെൻഷൻ ഇസ് ഈക്വൽ എന്ത് കിട്ടി? 27.1 ന്യൂട്ടൺ എന്ന് കിട്ടി. ഓക്കെ, സെറ്റ് ആണോ? കറക്റ്റ് ആണോ? T ഇസ് ഈക്വൽ ടു 27.1. നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇയാളുടെ ട്രോളിയുടെ മാസ് മാത്രം എടുത്ത് എന്തുകൊണ്ടാണെന്ന് വിചാരിക്കാമെന്ന് നിൽക്കണ്ട. നമുക്ക് വേണേൽ ആരുടെ എടുക്കാം?
ബ്ലോക്കിൻ്റെ നമുക്ക് എടുത്ത് ചെയ്യാം. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ബ്ലോക്കിൻ്റെ എടുക്കുക. ബ്ലോക്കിൻ്റെ എടുക്കുമ്പോൾ എങ്ങനെ വരും നിങ്ങൾ നോക്കിയേ. ബ്ലോക്കിൻ്റെ എടുക്കുന്ന സമയത്ത് ബ്ലോക്കിൻ്റെ എഫ് നെറ്റ് ഇസ് ഈക്വൽ ടു എം എ. ബ്ലോക്കിൻ്റെ എഫ് നെറ്റ് എന്താണ് വരുന്നത്? യെസ്, ഇതാണ് ബ്ലോക്കിൻ്റെ ഇത് അല്ലേ. എന്താണ്, മേളിലോട്ട് ഒരു ടെൻഷൻ ഉണ്ട്, താഴോട്ട് എന്താണ് വെയിറ്റ് ഉണ്ട്, 13 ന്യൂട്ടൺ ഉണ്ട്. സോ താഴോട്ട് ഒരു ഇതുണ്ട്, ദാറ്റ് ഈസ് ഇവിടുത്തെ എഫ് നെറ്റ് എന്തായിരിക്കും? T-13 ആയിരിക്കും എം എ. T-13 ഇസ് ഈക്വൽ ടു എം എ ആയിരിക്കും ഇവിടെ വരിക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടുത്തെ മാസ് എത്രയാണ്? 3 കിലോഗ്രാം ആണ് ഇവിടുത്തെ മാസ്. ഇവിടെ കൊണ്ടുവച്ച് വെക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ സ്ഥലമില്ലേ എഴുതാൻ. ഓക്കെ, എഫ് നെറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? എം എ ആണ്. ദാറ്റ് ഈസ് ഇവിടെ ഉണ്ടാവുന്ന നെറ്റ് ഫോഴ്സ് എന്താണ്? T-30 അല്ലേ. T-30 ആണ്. ദാറ്റ് ഈസ് എം എ. ഇവിടെ ഉണ്ടാവുന്ന മാസ് എത്രയാണ്? മാസ് ഇസ് ഈക്വൽ ടു T-30 ഇസ് ഈക്വൽ ടു മാസ് എന്താണ് ഇവിടുത്തെ? യെസ്, 3 കിലോഗ്രാം ആണല്ലേ. 3 ഇൻറ്റു എക്സലേഷൻ നമുക്ക് എത്ര ആയിരുന്നു കിട്ടിയത്? 0.96 ആയിരുന്നു. സോ 0.96 ഇവിടെ കൊടുക്കുന്നു. ദാറ്റ് ഈസ് T ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 0.96 -30 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? +30 ആയിട്ട് മാറും. ഈക്വൽ ടു എത്ര കിട്ടും? നേരത്തെ കിട്ടി 27.1 ടെൻഷൻ അല്ലേ, ന്യൂട്ടൺ തന്നെ കിട്ടും നമുക്ക്. 27.1 ന്യൂട്ടൺ തന്നെ കിട്ടും. ഏത് സിസ്റ്റം എടുത്താലും കുഴപ്പമില്ല, എന്താണ് നമുക്ക് സെയിം ആൻസർ കിട്ടും. പക്ഷേ ആക്സലറേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ സിസ്റ്റത്തിനെ മൊത്തമായിട്ടൊരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്താണ് ടെൻഷൻ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമുക്ക് ഏത് വേണേൽ സെപ്പറേറ്റ് എടുക്കാം. മനസ്സിലായോ? ഇന്നത്തെ ക്വസ്റ്റ്യൻസ് മനസ്സിലായോ? ഇതും നമ്മൾ നേരത്തെ ചെയ്ത ഇതും എന്താണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. റോളിംഗ് ഫ്രിക്ഷൻ എന്താണെന്ന് കണ്ടു, നമ്മൾ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും പറഞ്ഞു. പിന്നെ എന്താണ് ആംഗിൾ ഓഫ് റിപ്പോസ്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്താ പറഞ്ഞു. ദെൻ എന്താണ് ക്വസ്റ്റ്യൻസ് ചെയ്തു പിന്നെ ഇൻക്ലൈൻഡ് പ്ലെയിനുള്ള ബോഡി എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു. സോ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അല്ലേ കോമൺ ഫോഴ്സസ് ഇൻ മെക്കാനിക്സ് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ ഒരു 2 കാര്യങ്ങളും കഴിഞ്ഞാൽ നമ്മുടെ പാടെന്തായി സെറ്റായി. ഇനി അടുത്ത ക്ലാസ്സിൽ എന്താണ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം വരാൻ. കാരണം അടുത്ത ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാങ്കിങ് ഓഫ് ഫ്രോഡും അതേപോലെ തന്നെ സർക്കുലാർ ലെവലിലോടും ഒക്കെയാണ് നമുക്ക് എടുക്കാനുള്ളത്. സോ എന്താണ് എല്ലാവരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിച്ചിട്ട് മാത്രം വരിക കേട്ടോ. പഠിച്ചാലാണ് നിങ്ങൾക്ക് അതിൽ പറയുന്ന ടേംസ് ഒക്കെ മനസ്സിലാവുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ എടുത്തവരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കരുത്. സോ താങ്ക് യു, ബൈ.